ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ നിലയിൽ ഇവിടെയുള്ള വിശുദ്ധന്മാരോടൊത്ത് ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് എളിയ നിലയിൽ ഒരു ശുശ്രൂഷ ചെയ്യുവാനും കർത്താവ് നൽകിയ ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇടയാറന്മുള ഉള്ള ബ്രദർ അസംബ്ലിയിലെ ഒരംഗമാണ്. കർത്താവിൻ്റെ വേലയിൽ വിവിധ നിലയിൽ ദൈവം പ്രാപ്തിപ്പെടുന്നതനുസരിച്ച് ശുശ്രൂഷകൾ ചെയ്തു പോരുന്നു. ഈ നിലയിൽ എന്നെ നിങ്ങൾ ഇവിടെ ക്ഷണിച്ചതിനും ഒരവസരം നൽകിയതിനും ദൈവനാമത്തിലുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന ഒരു വാക്യാംശം വായിച്ച് വളരെ പരിമിതമായ ചില ആത്മീയ ചിന്തകൾ നമ്മുടെ അകമേയുള്ള മനുഷ്യന് പ്രയോജനഭവിക്കത്തക്ക നിലയിൽ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യത്തെ സംബന്ധിച്ച് പറഞ്ഞ മനോഹരമായ ഒരു പ്രസ്താവനയാണ് ഈ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. ചരിത്ര പ്രസിദ്ധനായിരിക്കുന്ന വേദപണ്ഡിതൻ എഫ് ബ്രൂസ്, അദ്ദേഹം ഒരു അന്തർദേശീയ തലത്തിലെ അറിയപ്പെട്ട ഒരു ബ്രദറൻ വേദവ്യാഖ്യാതാവാണ്. അദ്ദേഹം പൗലോസിൻ്റെ ഈ പ്രസ്താവനയെ സംബന്ധിച്ച് പറയുന്നത് ദ ഗ്രേറ്റ് സോളം ഫിലോസഫി ഓഫ് പോൾ, അതായത് പൗലോസിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന തത്വശാസ്ത്രം, ജീവിതത്തിൻ്റെ ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യത്തെ സംബന്ധിച്ച് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുകയാണ്: എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. വേറൊരു അവസരം ഏതെങ്കിലും കാലത്ത് ലഭിച്ചാൽ മരിക്കുന്നത് എന്താണ് എന്ന് ഞാൻ പറയാം. അപ്പോൾ ജീവിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിൽ ആത്യന്തികമായ ഒരു ലക്ഷ്യമുണ്ട്. ഇവിടെ ഇരിക്കുന്ന യുവാക്കന്മാർക്ക് അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ അവരായിത്തീരാൻ ആഗ്രഹിക്കുന്ന ഒരു ആത്യന്തികമായ ലക്ഷ്യമുണ്ട്. ചില ആളുകൾക്ക് ഡോക്ടേഴ്സ് ആകണം, ചിലർക്ക് എഞ്ചിനീയേഴ്സ് ആകണം, മറ്റ് ചിലർക്ക് IT എക്സ്പെർട്ടുകളാകണം, ഇനിയും വേറെ ചില ആളുകൾക്ക് അഡ്വക്കേറ്റ്സ് ആകണം. ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ നല്ല ഉന്നതമായ പ്ലേസ്മെന്റ് കിട്ടുന്ന ജോലികൾക്ക് അവരെ തന്നെ ക്വാളിഫൈ ചെയ്യാനുള്ള താല്പര്യം പലർക്കുമുണ്ട്. 1975 10-ാം ക്ലാസ്സിൽ ഞങ്ങളുടെ പാസിംഗ് ഔട്ട് സെറമണിയിൽ ക്ലാസ് ടീച്ചേഴ്സ് എല്ലാ ക്ലാസ്സുകളിലും അവരുടെ സ്റ്റുഡൻസിനെ വിളിച്ചു കൂട്ടി അവരുടെ വുഡ് ബി അംബീഷൻസ് ഷെയർ ചെയ്തത് ഞാനിപ്പോൾ ഓർക്കുന്നു. 1975 ഇപ്പോൾ 75 കഴിഞ്ഞപ്പോൾ 25 എത്ര വർഷമായി? 50 വർഷമായി. അപ്പോൾ ഓരോരുത്തർ അവരുടെ വുഡ് ബി അംബീഷൻസ് പറഞ്ഞു. ഞങ്ങളുടെ ബെഞ്ചിൽ ഞങ്ങൾ 4 പേരാണ് ഉള്ളത്. അന്നും പൊക്കം വളരെ ഇല്ലെങ്കിലും നീളമുള്ള മനുഷ്യയാണ് ഞാൻ. 10-ാം ക്ലാസ്സിലേക്കുമ്പോഴേ അല്പം നീളമുള്ള മനുഷ്യയാണ്. അപ്പോൾ എൻ്റെ ബെഞ്ചിലിരിക്കുന്ന ആദ്യത്തെ ആള് ഇലന്തൂർ സ്വദേശിയായിരിക്കുന്ന ഒരു ബാബുവാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, എന്തായിത്തീരാനാണ് നിങ്ങളുടെ ആഗ്രഹം? അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു അഡ്വക്കേറ്റ് ആയിത്തീരണം. ഇപ്പം രണ്ടാമത്തെ ആളുടെ പേര് രാധാകൃഷ്ണൻ എന്നാണ്. അദ്ദേഹം ഒരു നായർ സമുദായത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് എന്തായിത്തീരണം? അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു എഞ്ചിനീയർ ആയിത്തീരണം. മൂന്നാമത്തെ ആളോട് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ പേര് അമ്പിളി എന്നാണ്. ഈ ആമ്പിള്ളേർക്ക് അമ്പിളി എന്നുള്ള പേര് കിട്ടാൻ ഞങ്ങളിവിടെ പൊന്നയ്ക്കാട്ട് ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഹൈന്ദവ കുടുംബത്തിൽ ഒരു തള്ള 6 മക്കളെ പ്രസവിച്ചു. എല്ലാം ആൺമക്കളാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അവരൊരുപാട് നേർച്ച കാഴ്ചയൊക്കെ അവരുടെ വിശ്വാസം അനുസരിച്ച് കഴിച്ച് അവർക്ക് 7ാമതൊരു കുഞ്ഞുണ്ടായി. അതും ആണ്. അതിന് ഒരു പെണ്ണിൻ്റെ പേരിട്ടു, അമ്പിളി. അപ്പം അമ്പിളിയാണ് 3ാമത്തെ പയ്യൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു മെഡിക്കൽ ഡോക്ടറായി തീരണം. അപ്പോൾ എൻ്റെയാണ് 4ാമത്തെ ഊഴം. എന്നോട് ചോദിച്ചു, യെസ്, നിന്റെ അംബിഷൻ എന്താണ്? ഞാൻ പറഞ്ഞു, എനിക്കൊരു ഉപദേശിയായി തീരണം. നിങ്ങൾക്കറിയാമോ, ഇലന്തൂർ ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ എനിക്കതിനുള്ള പ്രചോദനം ഉണ്ടായത് TK ശ്യാമൻ സാറിൻ്റെ കവലപ്രസംഗം. അത് എപ്പോഴും അദ്ദേഹം പ്രസംഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഈ ഡ്രോയിങ് മാസ്റ്റർ ആയിരുന്നു. അദ്ദേഹം കവലകൾ നിൽക്കും. അദ്ദേഹം പറയും, സഹോദരന്മാരെ, എന്നെ ശ്രദ്ധിക്കുന്നവരെ,
രാവിലെ 10 മുതൽ 4 വരെ എൻ്റെ ജോലി വര. അദ്ദേഹം ഡ്രോയിങ് മാസ്റ്ററാണ്. രാവിലെ 10 മുതൽ 4 വരെ എൻ്റെ ജോലി വര, 5 മുതൽ 6 വരെ എൻ്റെ ജോലി കൊര എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുകയാണ്. അപ്പോൾ ഇത് മിക്കവാറും ഇദ്ദേഹം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പ്രചോദനം ഉൾക്കൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്കൊരു ഉപദേശിയെ തരണം. നിങ്ങൾക്കറിയാമല്ലോ, അന്നൊരു ഉപദേശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെള്ള ഒറ്റമുണ്ട് കൊടുത്ത്, ഒരു നീണ്ട ജുബായി വിട്ട്, തോളിൽ സഞ്ചിയും ഒരു കാലം കുടയും നടക്കുന്ന ഒരു വിചിത്ര രൂപത്തെയാണ് ഈ വിദ്യാർത്ഥികൾ എന്നിൽ കണ്ടത്. അങ്ങനെ ഇലന്തൂർ മോഡൽ ഹൈസ്കൂളിന്റെ ഗ്രൗണ്ട് മുതൽ എലന്തൂർ ജംഗ്ഷൻ വരെ തിരിച്ചു വരുമ്പോൾ ഈ പിള്ളേർ എന്നെ കൂകി ആക്ഷേപിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ദൈവം ചെയ്തത് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഒന്നാമത്തെ മനുഷ്യൻ ബാബു പറഞ്ഞെനിക്ക് വക്കീലായി തീരണം. അവന്റെ ലക്ഷ്യതായിരുന്നു. അദ്ദേഹം ബോംബെയിലെ അവിടുത്തെ ഹൈക്കോടതിയിലെ ഒരു അഡ്വക്കേറ്റാണ്. രണ്ടാമൻ രാധാകൃഷ്ണൻ പറഞ്ഞു എനിക്കൊരു എഞ്ചിനീയറെ തീരണം. അദ്ദേഹം പഠിച്ച് ഒരു എഞ്ചിനീയറായി PWD സെക്ടറിൽ കേരളത്തിൽ അദ്ദേഹം ഇപ്പോൾ പെൻഷനായി. അദ്ദേഹം ഒരു എഞ്ചിനീയറായി. മൂന്നാമത്തെ ആൾ അമ്പിളി പറഞ്ഞു, ഈ പെൺകുട്ടി പേരുള്ള അമ്പിളി പറഞ്ഞു ഒരു ഡോക്ടറായി തീരണം. അദ്ദേഹം ഭോപ്പാൽ മെഡിക്കൽ കോളേജിൽ അദ്ദേഹം ഫിസീഷ്യനായി ഇപ്പോഴും സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രായമാണ്, 65 വയസ്സ് കാണും. നാലാമത്തെ പാവപ്പെട്ട ഞാൻ ഉപദേശിയാണെന്ന് പറഞ്ഞു. ഞാൻ കാലക്രമത്തിൽ ഉപദേശിയായി. അപ്പൊ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും എല്ലാ ആളുകൾക്കും തങ്ങൾക്ക് ആയിത്തീരാനുള്ള ആഗ്രഹങ്ങൾ പലപ്പോഴും അവർക്കുണ്ടാകാറുണ്ട്. അത് ദൈവഹിതമാണെങ്കിൽ അങ്ങനെ ആയിത്തീരുകയും ചെയ്യും. ഒരിക്കൽ APJ അബ്ദുൽ കലാം അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു പൈലറ്റായി തീരണം എന്നാണ് ആഗ്രഹം. ദ ഹിന്ദു എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിൽ അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതുകയാണ്. പൈലറ്റായി തീരാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഫിസിക്സിൽ ഹയർ റാങ്കിൽ പാസ്സായി. MSc ഫിസിക്സ് എടുത്തു, അവിടെയും അദ്ദേഹം പാസ്സായി. അങ്ങനെ അദ്ദേഹത്തിന് പൈലറ്റ് ടെസ്റ്റിന് വേണ്ടി ഈ വിദ്യാഭ്യാസം വേണ്ടി ചെന്നു. പരീക്ഷയിൽ 11 ഉണ്ടായിരുന്ന എല്ലാ ആളുകളുടെയും കൂട്ടത്തിൽ 1ാം റാങ്കിൽ പാസ്സായി. പക്ഷേ ഫിസിക്കൽ ടെസ്റ്റിൽ പരാജയപ്പെട്ടു പോയി. കാരണം അദ്ദേഹം വലിയ സൗന്ദര്യമുള്ള മനുഷ്യനായിരുന്നല്ലോ. അപ്പോൾ പരാജയപ്പെട്ടു. താൻ നിരാശനായി. ഇവിടുന്ന് പിതാവിന്റെ അല്പം കൂലിപ്പണി ചെയ്ത് കിട്ടിയ കാശും മോഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം ട്രെയിനിൽ കയറി അങ്ങനെ യമുനാ നദിയുടെ തീരത്ത് UP ചെന്നിട്ട് അവിടുത്തെ യമുനാ നദിയുടെ ബാങ്കിൽ ആ വെള്ളത്തിൽ ചാടി ചാകാനായിട്ട്, ആത്മഹത്യ ചെയ്യാനായിട്ട് ഇദ്ദേഹം യാത്ര ചെയ്ത് അവിടെ എത്തി സാധാരണയായി സന്യാസിമാർ കുളിക്കാൻ വരാത്തൊരു സമയം നോക്കി അദ്ദേഹം അവിടെ ചെന്നു. വളരെ വിഷാദവദനായി ഈ നദിയുടെ ബാങ്കിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഒരു സന്യാസി അവിടെ വന്നു. അദ്ദേഹം ജലപാനം ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, കുഞ്ഞെ നീ എന്താ ഇതിലേ നടക്കുന്നത്? അപ്പൊ ഇദ്ദേഹം വളരെ വിഷാദവദനാണ്. അപ്പൊ ഈ സന്യാസിയോട് ഈ APJ അബ്ദുൽ കലാം ചോദിച്ചു, സ്വാമി, ക്യാൻ യു ടെൽ മീ ദാറ്റ് ഹൂ ഐ വുഡ് ബിക്കം? ഞാൻ ആരായിത്തീരും എന്നൊന്ന് പറയാമോ? അപ്പൊ അത് ഈ സന്യാസിനോട് പറഞ്ഞു, നീ ആരായിത്തീരും എന്ന് പറയാൻ എനിക്ക് സാധിക്കുകയില്ല, വേറെ ഒരാൾക്കും പറ്റുകയില്ല, നിനക്കും സാധിക്കുകയില്ല. എന്നാൽ നീ ആരായിത്തീരാൻ ദൈവം തീരുമാനിച്ചോ ആ സ്ഥാനത്ത് നീ ആയിത്തീരും എന്ന് പറഞ്ഞു. ആ മനുഷ്യനാണ് പിന്നീട് ISROയുടെ ഏറ്റവും ചീഫായി നിയമിതനായി. പിന്നെ ഏറ്റവും ഒടുവിലായി നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതികളിൽ ഒരാളായി മാറി പിന്നെ മരിച്ചുപോയ APJ അബ്ദുൽ കലാം. അപ്പൊ അദ്ദേഹം ആ ലേഖനം അവസാനിപ്പിക്കുന്നതിനെയാണ്, എഞ്ചിൻ പൈലറ്റായി തരാൻ ആഗ്രഹിച്ചു. പക്ഷേ ഫിസിക്കൽ ടെസ്റ്റിൽ ഞാൻ പരാജയപ്പെട്ടു. എന്നെ കൊള്ളാത്തവനായി തള്ളിക്കളഞ്ഞു. എന്നാൽ ദൈവം എന്നെ രാജ്യത്തിന്റെ പൈലറ്റാക്കി മാറ്റി. അപ്പൊ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം നമുക്കുണ്ടെങ്കിൽ, ആ ലക്ഷ്യം ദൈവസ്ഥാനിൽ വിശുദ്ധമാണെങ്കിൽ നാം ആഗ്രഹിക്കുന്ന തുറമുഖത്ത് ദൈവം നമ്മെ കൊണ്ട് എത്തിക്കും. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എന്റെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? എനിക്ക് ജീവിക്കുന്നത് യേശുക്രിസ്തുവാണ്. അപ്പൊ എനിക്ക് ജീവിക്കുന്ന യേശുക്രിസ്തുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പൗലോസിന്റെ ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്താണെന്ന് പൗലോസിനോട് വ്യക്തമാക്കുകയാണ്. കാലത്തിന്റെ വിവിധ ധ്രുവങ്ങളിൽ നിന്ന് ജീവിതത്തെ വ്യത്യസ്ത തലങ്ങളിൽ നിർവചിച്ച 3 ആളുകളുടെ ജീവിത നിർവചനം വായിച്ചതിന്റെ ഓർമ്മയിലുണ്ട്. ഒന്ന്, അമേരിക്കൻ ഐക്യനാടുകളിൽ അറിയപ്പെട്ടിരുന്ന വർത്തമാന പത്രങ്ങളിൽ എഴുതിയിരുന്നൊരു കാർട്ടൂണിസ്റ്റാണ്. കാർട്ടൂൺ കൊണ്ട് അനേക ആളുകളുടെ ബുദ്ധിമണ്ഡലത്തെ ചിന്തോദ്ദീപമാക്കിയ ഈ മഹാനായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേര് റാഫ് ബാർട്ടൺ എന്നാണ്. നിങ്ങൾക്ക് ഇപ്പോഴെല്ലാം ഗൂഗിളിൽ നിന്ന് പ്രാപിക്കുന്നവരാ കൂടുതലും വേദപുസ്തകം വായിച്ച് പ്രാപിക്കാതെ. അപ്പോൾ ഗൂഗിൾ തപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. എനിക്ക് ഗൂഗിൾ പരിശോധന കൂടുതൽ വശമില്ലാത്തതുകൊണ്ട് ഞാനത് നോക്കാറില്ല. ഇപ്പോഴും വായിക്കുന്നത് എനിക്ക് ഇഷ്ടം. അപ്പോൾ ഈ ഗൂഗിളിൽ റാഫ് ബാർട്ടൺ അടിച്ചു കൊടുത്താൽ മതി, അപ്പോൾ കിട്ടും, അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങളും കിട്ടും. ഈ റാഫ് ബാർട്ടൺ ഒരു കാർട്ടൂണിസ്റ്റ് ആയിരുന്നു, പ്രസിദ്ധനായ കാർട്ടൂണിസ്റ്റ് ആയിരുന്നു. പണ്ട് മനോരമയിലെ യേശുദാസിനെ പോലെയുള്ള ഒരു പ്രസിദ്ധനായ മനുഷ്യൻ. അപ്പൊ അദ്ദേഹം ഒടുവിൽ ആത്മഹത്യ ചെയ്താണ് ജീവിതം അവസാനിപ്പിച്ചത്. ആ ആത്മഹത്യാ കുറിപ്പിൽ അദ്ദേഹം ഒരു മുന്തിയ ഹോട്ടലിൽ അദ്ദേഹം കഴിഞ്ഞു. ആ മുന്തിയ ഹോട്ടലിൽ കഴിയുമ്പോൾ അദ്ദേഹം ഉറങ്ങിയിരുന്ന ബെഡിന്റെ തലേന്റെ അടിയിൽ ഒരു കുറിപ്പ് വെച്ചു, ആത്മഹത്യാ കുറിപ്പ്. നമ്മുടെ അടുത്ത കാലത്ത് ഒരു ഡോക്ടർ ഇവിടെ കൊച്ചിയിൽ കയറെ കെട്ടി തൂങ്ങിച്ചതല്ലോ അല്ലേ?
വലിയ 3600-ലധികം കിഡ്നികൾ മാറ്റിവെച്ച ഇന്ത്യയിലെ സുപ്രസിദ്ധനായിരുന്ന ഒരു റീനൽ സർജൻ. അദ്ദേഹത്തിന് അത്രയും ബന്ധപ്പെട്ട് മരിച്ചത് എനിക്കറിയാൻ പറ്റും. അദ്ദേഹം തന്നെ ഒരു മെഡിക്കൽ പ്രൊഫഷണലാണ്, എക്സ്പേർട്ടാണ്. ഇങ്ങനെ കയറ് തൂങ്ങാൻ പോകാതെ അല്പം പെദറിൻ കൂടുതൽ കുത്തിയാലും ആളങ്ങ് ചാകും. അത് ചെയ്താൽ മതിയായിരുന്നു അല്ലേ? അല്ലെ 2 ബോട്ടിൽ ഇൻസുലിൻ ഒന്നിച്ച് കയറ്റിയാലും എന്തോ സംഭവിക്കാം, ചാകാം. അങ്ങനെയൊന്നും പോയി ആരും കാണിച്ചു കളയല്ല. കാര്യം ഞാൻ ഒരു ദൃഷ്ടാന്തം പറഞ്ഞുള്ള കാര്യം, തിരിച്ച് ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് ആരെയും ഈ അതിക്രമം ചെയ്തേച്ച് ഇദ്ദേഹം പ്രസംഗിച്ചതിൻ്റെ പേരിലാണ് എന്നൊന്നും പറഞ്ഞ് എൻ്റെ പേരെ ആരും പറഞ്ഞു കളയല്ല, പോലീസിനെ വിടുകയില്ല. അപ്പൊ ഏതായാലും ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആത്മഹത്യക്ക് മുമ്പ് അദ്ദേഹം ഒരു കുറിപ്പ് എഴുതി വെച്ചു. ആ കുറിപ്പ് ഇങ്ങനെ പറയുന്നത്: ഐ ഹാവ് വിസിറ്റഡ് ഓൾ ദ റിച്ച് കൺട്രീസ് ഓഫ് ദ വേൾഡ്. ലോകത്തിലെ എല്ലാ ധനാഢ്യ രാജ്യങ്ങളും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. I have lived in the most famous hotels of the world around. ലോകത്തിലെ പ്രശസ്തമായ എല്ലാ ഹോട്ടലുകളിലും 7-star ഹോട്ടലിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. I have shared the desires of my flesh with the most beautiful women of the world. ലോകത്തിലെ സൗന്ദര്യ റാണികളായ പല സ്ത്രീകളുമായി ഞാൻ ശാരീരികമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. And I have learned a lot of money. എനിക്ക് വേണ്ടുന്ന പൈസയെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. Luxurious cars I have owned. വിലപിടിപ്പുള്ള കാറുകളെല്ലാം ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. പക്ഷേ I have suffered a lot to consume the 24 hours of a day. ഒരു ദിവസത്തിന്റെ 24 മണിക്കൂർ ഉരുട്ടി മാറ്റുവാൻ എനിക്ക് വളരെ പ്രയാസമുണ്ടായി. ഞാൻ വളരെ ഫ്രസ്ട്രേറ്റ് ആണ്. ഇവിടെ ഞാൻ ജീവിതം അവസാനിപ്പിക്കുന്നു. അദ്ദേഹം അങ്ങനെ ആത്മഹത്യ ചെയ്ത് മരിച്ചു. രണ്ടാമത്തെ മനുഷ്യനാണ് അമേരിക്കയിൽ 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രശസ്തനായ ഒരു ഫിലോസഫർ, തത്വശാസ്ത്രി. അദ്ദേഹത്തിന്റെ പേര് തോറയോ എന്നാണ്. തോറയോയെ കുറിച്ച് നിങ്ങൾ അടിച്ചു നോക്കിയാലും കിട്ടും. തോറയോ ഒരു വലിയ ഫിലോസഫറാണ്. അദ്ദേഹം പറഞ്ഞറിയാവോ, ലൈഫ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ബിഗ് ഒണിയൻ. ഒരു വലിയ സവാള ഉള്ളി പോലെയാണ് ജീവിതം. ആസ് വി പീൽ ഈച്ച് ഓഫ് ഇറ്റ്സ് ലീഫ് ദാറ്റ് വി വുഡ് ക്രൈ. അതിന്റെ ഓരോ ഇതളുകൾ നാം അടർത്തുമ്പോഴും അത് നമ്മെ കരയിപ്പിച്ചുകൊണ്ടേ ഇരിക്കും. സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന സിസ്റ്റേഴ്സോട് ചോദിച്ചാൽ മതി, അടുക്കളയിൽ കുക്ക് ചെയ്യുന്ന സഹോദരന്മാർ ചോദിച്ചാൽ മതി, സവാള ഉള്ളി പൊളിച്ചാൽ എന്ത് സംഭവിക്കും? അപ്പൊ എന്ത് സംഭവിക്കും? കണ്ണിൽ കൂടെ കണ്ണുനീർ വീഴും. അതേ പറയാണ്, ലൈഫ് ഈസ് ലൈക്ക് എ ബിഗ് ഓണിയൻ ആസ് വി പീൽ ഈച്ച് ഓഫ് ഇറ്റ്സ് ലീവ്സ് ദാറ്റ് വി വുഡ് ക്രൈ. അത് സവാള ഉള്ളി പോലെയാണ്. അതിന്റെ ഓരോ ഇതളുകൾ അടർത്തുമ്പോഴും അത് നമ്മെ കരയിപ്പിച്ചുകൊണ്ട് ഇരിക്കും. 39 വിശ്വ പ്ലേസ് സാഹിത്യ രചനകൾ ലോകത്തിന് സംഭാവന ചെയ്ത് 150-ലധികം സോണറ്റുകൾ എഴുതിയ ആംഗലേയ ലോകത്തെ മസ്തിഷ്ക മല്ലൻ എന്നറിയപ്പെടുന്ന ആളാണ് വില്യം ഷേക്സ്പിയർ, അല്ലേ? അയാളെക്കാൾ വലിയ ഒരു സാഹിത്യകാരനെ നമ്മൾ ഈ അടുത്ത കാലത്ത് എങ്ങനെ ഉണ്ടല്ലോ. വലിയ അദ്ദേഹത്തിന്റെ ഭാഷ തന്നെ വായിച്ച് മനസ്സിലാക്കാൻ വളരെ പ്രയാസമുള്ളതാണ്. നമ്മളൊക്കെ കോളേജിൽ പഠിക്കും, BA MA ഒക്കെ ലിറ്ററേച്ചർ എടുത്ത് പഠിക്കുന്നവർക്ക് അല്ലേ, ഈ ഷേക്സ്പീരിയൻ പ്ലേ ഒക്കെ വായിച്ചാൽ അതിനകത്ത് ഈ ഇംഗ്ലീഷ് കാവ്യങ്ങളാണ്. അതിന്റെ ആശയമൊക്കെ വായിച്ച് ശരിയായി തർജ്ജമ ചെയ്തില്ലെങ്കിൽ ആകെ അബദ്ധമൊക്കെ. അപ്പം തെറ്റായ നിലയില് യു വെ റോങ്ലി ഇംപ്രഗ്നേറ്റഡ് എന്നൊരിക്കലും പറഞ്ഞപ്പോൾ ഒരുത്തൻ നീ മോശമായി ഗർഭം ധരിച്ചു എന്നാണ് തർജ്ജമ ചെയ്തത്. അപ്പൊ അറിയാവും. അപ്പൊ കാരണം ചോദിച്ചു കഴിഞ്ഞാല് അതുപോലത്തെ ഭാഷാശൈലിയാണ് അദ്ദേഹത്തിന്റെ ശൈലി. കഠിനമായ ഭാഷാശൈലിയാണ്. പണ്ട് നോയൽ സാഹിബ് മൈലപ്രായിൽ വന്ന സ്ഥലത്ത് ഈ തർജ്ജമ ചെയ്യാൻ ആരുമില്ല. അന്നത്തെ കാലത്ത് ഒരു BA ഓണേഴ്സ് ഡിഗ്രി ഉള്ള ഒരാളെ തപ്പിപ്പിടിച്ചു. ഹി വാസ് നോട്ട് എ ബിലീവർ. അപ്പൊ അദ്ദേഹം പ്രസംഗിക്കാൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലുക്ക് അറ്റ് ദ ഫൗൾസ് ഓഫ് ദി എയർ, ലുക്ക് അറ്റ് ദി ഫൗൾസ് ഓഫ് ദി എയർ. ഉടനെ ഇദ്ദേഹം തർജ്ജമ ചെയ്ത് ആകാശത്തിലെ കോഴികളെ നോക്കിയിട്ടുണ്ട്. കാരണം ഈ ഫവൽ എന്ന വാക്കിന് പേരിന്റെ അർത്ഥം സെക്യുലർ ലാംഗ്വേജ് എന്താണ്? പറവ അല്ലെങ്കിൽ കോഴി എന്നാണ്. അപ്പൊ പറവ ഇവിടെ തർജ്ജമ ചെയ്തിട്ടുണ്ട്, കോഴി. അപ്പൊ ലുക്ക് അറ്റ് ദി ഫൗൾസ് ഓഫ് ദി എയർ എന്ന് പറയുമ്പോൾ അത് തർജ്ജമക്കാൻ ചെയ്ത് ആകാശത്തിലെ കോഴികളെ നോക്കിയിട്ടുണ്ട്. അപ്പൊ ശരിയായി ഭാഷ ഗ്രഹിക്കണമെങ്കിൽ ഭാഷാ സാഹിത്യത്തിൽ അറിവ് വേണം. ഈ ആംഗലേയ സാഹിത്യത്തിലെ മസ്തിഷ്ക മലനായിരുന്ന വില്യം ഷേക്സ്പിയർ അദ്ദേഹത്തിന്റെ ജീവിതാന്ത്യത്തിൽ അദ്ദേഹം 52-ാമത്തെ വയസ്സിൽ മരിച്ചു. അദ്ദേഹം പറയാണ്, ലൈഫ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂറി സിഗ്നിഫൈങ് നത്തിങ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തസാര ശൂന്യവും ശബ്ദായമാനവുമായി വിഡ്ഢി പറഞ്ഞൊരു കഥയാണ് ഈ ജീവിതം. അതിനപ്പുറത്ത് വേറെ ഒന്നും ഇല്ല. അപ്പൊ കാലത്തിന്റെ 3 ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട് വലിയ മഹാന്മാരായ 3 ആളുകൾ ജീവിതത്തെ നിർവഹിച്ചിരിക്കുന്നത് വളരെ നിഷേധാത്മകമായ നിലയിലാണ്. എന്നാൽ കാലത്തിന്റെ അങ്ങേക്കരയിൽ നിന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഫോർ ടു മീറ്റ് ടു ലീവ് ഈസ് ക്രൈസ്റ്റ് ആൻഡ് ഡൈ ഈസ് ഗെയിൻ. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാകുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്, എന്തായിരിക്കണം എന്ന് നമ്മെ പ്രബോധിപ്പിക്കുന്ന മനോഹരമായിരുന്ന ഒരു വാക്യാംശമാണ് പൗലോസിന്റെ ഈ ഫിലോസഫി. അദ്ദേഹം പറഞ്ഞ ഈ ഫിലോസഫിയിൽ അടിസ്ഥാനപരമായി ഊന്നി നിന്നുകൊണ്ട് 3 അതിപ്രധാനമായ കാര്യങ്ങൾ ഞാനിപ്പോൾ സൂചിപ്പിക്കും. കൃത്യം 11:30 ഒരു 3 സെക്കൻഡ് മുമ്പ് നിർത്തും. അത്രയും കാര്യം പിന്നെ വലിച്ചു നീട്ടി ഞാൻ മുമ്പോട്ട് കൊണ്ടുപോവുകയല്ല. അത്രയാകുമ്പോൾ ഞാൻ പ്രസംഗം നിർത്തും. അപ്പോൾ ടൈം മാനേജ്മെന്റ് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ശ്രദ്ധിച്ചോളുക. ഇനി ബാക്കിയുള്ള സമയം പ്രത്യേകം ശ്രദ്ധിക്കണം. ലോകം ഒരു ദൈവ പൈതലിനെ ദർശിക്കുന്നതും
ഒരു ആത്മീയ ലോകം ഒരു ദൈവദാസനെ അല്ലെങ്കിൽ ദൈവബദലിനെ ദർശിക്കുന്നതും രണ്ട് വ്യത്യസ്ത വീക്ഷണത്തിലാണ്. ലോകത്തിന് നമ്മെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും നമുക്ക് നമ്മെക്കുറിച്ചും ആത്മീയരായ ആളുകൾക്ക് ആത്മീയരെക്കുറിച്ചുമുള്ള ദർശനം അത് വ്യത്യസ്തമായ നിലയിലാണ്. അപ്പൊ ഞാനിവിടെ പറയാൻ പോകുന്നത്, ലോകം ഒരു കമ്മിറ്റഡ് ആയ ക്രിസ്ത്യനെ, വളരെ സമർപ്പണ ബോധമുള്ള ഒരു ക്രിസ്തീയ വിശ്വാസിയെ അല്ലെങ്കിൽ ഒരു ദൈവദാസനെ, ഒരു വിശ്വാസിനെ ലോകം അവരുടെ വിശ്വാസത്തെ അവരുടെ ലോകത്തിന്റെ മാനദണ്ഡം കൊണ്ട് അളക്കുമ്പോൾ എന്താണ് അവര് ഇതിന് നൽകുന്ന നിർവചനം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ലോകം പൗലോസിന്റെ ജീവിതത്തെ അളന്നു നോക്കി പറഞ്ഞു 3 കാര്യങ്ങളാണ് പറഞ്ഞ്. ഇറ്റ്സ് എ ലൈഫ് ഓഫ് സഫറിങ്. അതായത് എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവാണെന്ന് പറഞ്ഞാൽ ആ ജീവിതം എങ്ങനെയുള്ളതാണ്? അത് കഷ്ടതയുടെ ജീവിതമാണ്. ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഞാൻ പറയുന്നത് ഇറ്റ് ഈസ് എ ലൈഫ് ഓഫ് സഫറിങ്, അത് കഷ്ടതയുടെ ജീവിതമാണ്. 2, ഇറ്റ്സ് എ ലൈഫ് ഓഫ് ഡിഫീറ്റ്, അതെന്താണ്? പരാജയത്തിന്റെ ജീവിതമാണ്. 3, ഇറ്റ്സ് എ ലൈഫ് ഓഫ് ഫ്രസ്ട്രേഷൻ, മോഹഭംഗത്തിന്റെ അല്ലെങ്കിൽ നിരാശയുടെ ജീവിതമാണ്. ശരിയാണ്, ലോകം നമ്മെക്കുറിച്ച് ശരിയായ നിലയിൽ വീക്ഷിച്ചാൽ ഈ 3 നിർവചനമേ പറയുള്ളൂ. നിങ്ങളുടെ ജീവിതം കഷ്ടസമ്പൂർണമാണ്. 2, അത് പരാജയമാണ്. 3, അത് നിരാശാജന്യമാണ്. അല്ലേ? ഇങ്ങനെയാണ് ലോകം പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ പൗലോസ് തന്നെക്കുറിച്ച് തന്നെ ഇതിന് വിരോധമായി പറഞ്ഞ വാക്കാണ്, നിങ്ങൾ അളക്കുന്ന അളവുകൾ കൊണ്ടല്ല, ഞാൻ എൻ്റെ ജീവിതത്തെ ശരിയായ നിലയിൽ ദാർശനികമായി അളന്നപ്പോൾ എനിക്ക് മനസ്സിലായത് എനിക്ക് ജീവിക്കുന്നത് ആരാകുന്നു? കർത്താവായ യേശു ക്രിസ്തു ആകുന്നു. ദി അൾട്ടിമേറ്റ് ഗോൾ ഓഫ് മൈ ലൈഫ് ഈസ് ടു ലീവ് ഫോർ ക്രൈസ്റ്റ്. കർത്താവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. അപ്പോൾ നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. ആദ്യം ലോകം പറഞ്ഞു, പൗലോസേ, ഇത് നിന്റെ ജീവിതം കഷ്ടസമ്പൂർണമാണ്. അതിനെക്കുറിച്ച് പറയാൻ ധാരാളം ഈ പുതിയ നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. വലിയ ധനാഢ്യമായ ഒരു പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന് എഫബ്രൂസിനെ പോലുള്ള പ്രശസ്തന്മാരായ വേദവ്യാഖ്യാതാക്കൾ പറയുന്നത് ശരിയാണെങ്കിൽ ഒരു വലിയ പ്രാചീന ഗ്രീസിലെ ഒരു വലിയ കപ്പലുടമസ്ഥനായ ഒരു മനുഷ്യന്റെ ഏകമകനായി ജീവിച്ച് എല്ലാ സുഖസൗകര്യാദികളുള്ള ഈ മനുഷ്യൻ അന്നത്തെ കാലത്ത് യഹൂദന്മാരുടെ ഹില്ലേൽ യൂണിവേഴ്സിറ്റി, അതായത് മതപഠന സർവകലാശാലയായിരിക്കുന്ന ഹില്ലേൽ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായിരുന്ന ഡോക്ടർ ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇരുന്ന അദ്ദേഹമായിരുന്നു ഇദ്ദേഹത്തിന്റെ മെന്റർ. ആര്? ഗമാലിയേലായിരുന്നു പൗലോസിന്റെ മെന്റർ. അവിടെ ഇരുന്ന ന്യായപ്രമാണം സസൂക്ഷ്മമായി പഠിച്ച അന്നത്തെ കാലത്ത് ഒരു വൈജ്ഞാനികനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. ഇന്നാണെങ്കിൽ നല്ലൊരു പ്ലേസ്മെന്റ് പൗലോസിനെ നിശ്ചയമായിട്ടും കിട്ടും. ഏറ്റവും നല്ല പേ കിട്ടും. ചില ആളുകളിലേക്ക് സാക്ഷ്യം പറയുമ്പോൾ ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട്. 6 നമ്പർ സാലറി കിട്ടാൻ തുടങ്ങിയ അന്നാണ് ഞാൻ റിസൈൻ ചെയ്ത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്നൊക്കെ പറയുന്ന ആളിനെ കാണുമ്പോൾ ഇവൻ കർത്താവിന് വേണ്ടി എന്തോ ഒരു ഔദാര്യം ചെയ്തതുപോലെ കേൾവിക്കാർക്ക് തോന്നിപ്പോകും. ശ്രദ്ധിക്കുക, പൗലോസ് അന്നും ഇന്നും ഒരു പക്ഷെങ്കിൽ റോമൻ വേൾഡിൽ ഒരു വലിയ പ്ലേസ്മെന്റ്, ഇന്നത്തെ ലോകത്താണെങ്കിലും വലിയ പ്ലേസ്മെന്റ് കിട്ടാൻ യോഗ്യനായ വിദ്യാസമ്പന്നനായ ആളാണ്. പേപ്പർ PhD കാരനല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ധാരാളം പേപ്പർ PhD കാരുണ്ട്. ഇപ്പോൾ പ്രത്യേക തിയോളജിക്കൽ ലോകത്താണ് ഏറ്റവും കൂടുതൽ പേപ്പർ PhD കാര് ഉള്ളത്. മറിഞ്ഞു വീണാൽ ഈ ഡോക്ടേഴ്സിന് മേലോട്ടാണ് ഇപ്പം നമ്മൾ വീഴുന്നത്. പക്ഷെ വേറെ രഹസ്യം പറയാം. ഞാൻ ഒരു സാധാരണ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച ആളാണ്. സാധാരണ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചത് പിന്നീട് തിയോളജി പഠിക്കാൻ വേണ്ടി സറാമൂർ കോളേജിൽ പോയെന്നുള്ളത് ശരിയാണ്. ഒരു 4-5 PhD കാരിൽ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ ഈ പാവപ്പെട്ട എൻ്റെ അടുത്താണ് വരുന്നത്. ഇപ്പം ഞാൻ ചോദിക്കുക, ഒരു PhD കാരൻ ചോദിച്ചു, ഇഫ് യു ഗോട്ട് എ റിയൽ PhD യു ഷുഡ് ബി കോമ്പറ്റന്റ് ഇനഫ് ടു ഡ്രാഫ്റ്റ് എ ലെറ്റർ വിത്തൗട്ട് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക്. അല്ലേ? ചെയ്യാൻ സാധിക്കും. പിന്നെ വൈ ഷുഡ് യു കം ടു മീ? അപ്പൊ എന്നോട് അറിയാവോ, അത് സാറി ഇതിൽ ഒക്കോളുന്നു. അപ്പം എനിക്ക് മനസ്സിലായി PhD ചെയ്യാത്ത ഞാനാണ് PhD ചെയ്തതിനേക്കാൾ മെച്ചമെന്ന് ആളുകൾ അഭിപ്രായപ്പെടുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ആനയ്ക്ക് പ്രത്യേകിച്ച് നെറ്റിപ്പട്ടത്തിന്റെ ആവശ്യം ഇല്ല, കടിക്കുന്ന പട്ടിക്ക് പല്ലും വേണ്ട. അല്ലേ? കടിക്കുന്ന നാടൻ പട്ടിയാണെങ്കിൽ അതിന് പല്ലും വേണ്ട, അത് ചുമ്മാ ചപ്പിയാൽ പോലും മുറിയും. അതുപോലെ തന്നെ ആനയ്ക്ക് എന്തോ വേണ്ട? നെറ്റിപ്പട്ടവും വേണ്ട. നീയല്ല, മറ്റൊരുത്തരും നിന്നെ പ്രശംസിക്കട്ടെ എന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പൊ നോക്കിയോ, ഈ പൗലോസിനെ കുറിച്ച് ലോകം പറയുകയാണ്, പൗലോസ് എന്നതിന്റെ ജീവിതം കഷ്ടസമ്പൂർണമാണ്. ശരിയല്ലേ? 2 കൊരിന്ത്യർ 11 വായിക്കുമ്പോൾ പലവട്ടം പട്ടിണി, പൈതാകുന്ന ആപത്ത്, പിന്നെ വാള്, കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്ത്, ഇങ്ങനെ ആപത്തുകളുടെ വലിയൊരു ശൃംഖല പറഞ്ഞു പോവുകയാണ്. പറയുകയാണ്, ഞാൻ 1 കുറയെ 40 അടി 5 വട്ടം കൊണ്ടു. ഇതെല്ലാം പറയുന്നുണ്ട്. ധാരാളം കഷ്ടസമ്പൂർണമാണ് ഈ 32 വർഷക്കാലത്തെ ജീവിതം. അപ്പൊ സ്വസ്ഥതയുള്ള ഒരു നിമിഷം പോലും പൗലോസിനില്ല എന്ന് പറയത്തക്ക നിലയിൽ കഷ്ടതയുടെ തീച്ചുളയിൽ ദൈവം മെരുക്കിയെടുത്ത ഒരു ജീവ ഉൽപ്പന്നമായിരുന്നു അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതം. അത് ശരിയാണ്. പക്ഷെ ദൈവം എന്തുകൊണ്ട് എൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം ഈ യേശു ക്രിസ്തുവാണെന്ന് പറയുന്ന ഒരു ദൈവപൈതലിനെ കഷ്ടതയിൽ കൂടി തികഞ്ഞവനാക്കി കടത്തിവിടുന്നു എന്നുള്ളത്
ഉള്ളതിലേക്ക് ഒരു 3-4 ദൃഷ്ടാന്തങ്ങൾ വളരെ വേഗത്തിൽ ഞാൻ പറയാം. ഒന്ന്, ടു പെർജ് അവർ ലൈഫ്സ്, നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുക. പൊന്ന് ഏറ്റവും വിലപ്പെട്ട ലോഹമാണ്. എന്നാൽ അതിനെ പൊന്നും വിലപിടിപ്പുള്ളതുമാക്കി തീർക്കുന്നത് അനേക പ്രാവശ്യം തീയിൽ കൂടി ഉരുക്കിയെടുത്ത് അതിന്റെ കീടങ്ങളെയെല്ലാം നീക്കി അതിനെ കീടരഹിതമായിരുന്ന തനി തങ്കമാക്കി കൈ കൊണ്ടുവരുമ്പോഴാണ് അവൻ പവൻ 65,000 രൂപ വിലയുള്ളത്. നമുക്കല്പം നിഷിദ്ധമാണെങ്കിലും മാർക്കറ്റിൽ അതിന് വലിയ വിലയാണ്. അപ്പൊ ഏതായാലും ഈ പവന് അങ്ങനെയാണ് ഒരുക്കിയെടുക്കുന്നത്. പക്ഷേ ഈ സ്വർണ്ണക്കനിയിൽ കോളാർ ഗോൾഡ് ഫാക്ടറി കാണാൻ വേണ്ടി ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ സ്വർണം, ഞാൻ ചിന്തിച്ച് കുഴിക്കുന്ന എല്ലാം സ്വർണ്ണമായി ഇങ്ങോട്ട് എടുക്കുകയാണ്. അങ്ങനെയല്ല. അപ്പൊ അതിനകത്ത് കയറിയെല്ലാം കണ്ടു കഴിഞ്ഞപ്പം സ്വർണത്തിന്റെ ഒരു തരി പോലും കണ്ണുകൊണ്ട് കാണാൻ പറ്റിയില്ല. കുറെ മണ്ണ് വാരി കല്ലുമെല്ലാം കൊടുക്കുന്നു. ഞാൻ ചോദിച്ചത് ഇതിനകത്ത് സ്വർണ്ണം ഇരിക്കുന്നത്. ഇത് പ്രോസസ്സ് ചെയ്ത് ഏറ്റവും വരുമ്പോൾ നല്ല ഒന്നാം സ്വർണ്ണമായിട്ടാണ് കിട്ടുന്നത്. അപ്പൊ ദൈവം നമുക്ക് തരുന്ന അഗ്നി പരിശോധനകൾ എന്ന് പറയുന്നത് നമ്മെ മൂല്യമുള്ളവരാക്കി തീർക്കുവാൻ ദൈവം ചെയ്യുന്നതും. 2, നമ്മുടെ ജീവിതത്തിന്റെ അശുദ്ധിയെ ശുദ്ധീകരിപ്പാൻ ദൈവം അനുവദിക്കുന്നതുമായ ദൈവത്തിന്റെ പരിശോധനയുടെ മൂശയാണ് ഒരു ക്രിസ്തീയ ദൈവവേദന്റെ ജീവിതത്തിലെ വിവിധങ്ങളായ കഷ്ടതകൾ. അത് രോഗമാകാം, സാമ്പത്തിക ക്ലേശങ്ങളാകാം, മറ്റുള്ളവരാലുള്ള വിമർശനങ്ങളാകാം, അടിച്ചൊതുക്കലാകാം, ഉപദ്രവങ്ങളാകാം, കഷ്ടങ്ങളാകാം, സങ്കടങ്ങളാകാം, വിമർശനങ്ങളാകാം, പിന്നെ മറ്റുള്ളവരുടെ ഗേസിംഗ് ആകാം. ഇതൊക്കെയാകാം, ഏതുമാകാം. ദൈവം അതൊക്കെ നമ്മെ ഉപയോഗിക്കുന്നു. ദൈവത്തിന്റെ ദാസനായ ജോബിനെ കുറിച്ച് ദൈവം തന്നെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. നിർമ്മലൻ, നിഷ്കളങ്കൻ, പിന്നെ ദോഷം വിട്ട് അകലുന്നവൻ, ഭക്തൻ. ഇങ്ങനെ 4 സാക്ഷ്യങ്ങൾ ദൈവം തന്നെ പറഞ്ഞ ഈ ദൈവദാസനെ കുറിച്ച് അവന് പോലും അറിയാൻ വയ്യാതിരുന്ന ഒരു കീടം അവന്റെ ജീവിതത്തിൽ മറഞ്ഞു കിടന്നുവെന്ന് 42-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ മനസ്സിലാകും. അവിടെ പറയുന്നത്, യഹോവ അവനോട് ചൊല്ലിക്കാട്ടുന്ന സംസാരിക്കുമ്പോൾ, ദൈവത്തെ കാണേണ്ടതുപോലെ കണ്ടപ്പോൾ, ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞപ്പോൾ, ദൈവത്തെ കേൾക്കേണ്ടതുപോലെ കേട്ടപ്പോൾ അവന്റെ സ്വന്തം ജീവിതത്തിലേക്ക് അവൻ നോക്കിയിട്ട് പറയുകയാണ്, ഇപ്പോൾ ഞാൻ എന്നെ തന്നെ രട്ടിലും വെണ്ണീരിലും കിടന്ന് അനുദപിക്കുന്നു. മനസ്സിലായോ? തനിക്കറിയാൻ വയ്യായിരുന്നു. അപ്പൊ ഏതു മനുഷ്യന്റെയും ജീവിതത്തിൽ ഉയർന്നു നിൽക്കുന്ന തനിക്ക് തന്നെ അറിയാൻ വയ്യാത്തൊരു സ്വഭാവം ഉണ്ടെന്നറിയാവോ? ഞാൻ, അതായത് ഐ എന്ന് പറയുന്നത് ഞാൻ. അത് എല്ലാ മനുഷ്യനും ഇതുണ്ട്. ഒരല്പം വളവ് അതിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് ജീസസിലേക്ക് മാറും. പക്ഷെ ഞാൻ ഇപ്പോൾ എന്നെ തന്നെ രട്ടിലും വെണ്ണീരിലും കിടന്ന് അനുഭവിക്കുന്നു. എടുത്ത് അത് വെണ്ണിലിട്ട് കഴിഞ്ഞപ്പോൾ എവറിങ് വാസ് ഓൾ റൈറ്റ്, അല്ലേ? എല്ലാം ഭംഗിയായി, എല്ലാം കൃത്യമായി. ടു പർജ് ഔട്ട് ദി ഡേർട്ട് ഓഫ് അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിന്റെ മാലിന്യങ്ങളെ നീക്കുവാൻ ദൈവം കഷ്ടതകളെ ജീവിതത്തിൽ അനുവദിക്കുന്നു. നമ്പർ 2, ടു റീഡെഡിക്കേറ്റ് അവർ ലൈഫ് ടു ദി ഓൾട്ടർ ഓഫ് ദ ലവ് ഓഫ് ഗോഡ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹമാകുന്ന ബലിപീഠത്തിൽ നമ്മുടെ ജീവിതത്തെ ആവർത്തിച്ച് സമർപ്പിക്കേണ്ടതിന് ദൈവം കഷ്ടതയെ ജീവിതത്തിൽ അനുവദിക്കാറുണ്ട്. നിങ്ങൾക്കൊരു പക്ഷേ പലർക്കും അറിയാവുന്ന പ്രശസ്തനായ ഒരു ന്യൂക്ലിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഇപ്പൊ വയസ്സി എന്ന് തിരുവല്ലയിൽ താമസിക്കുന്നുണ്ട്. നവജീവോദയത്തിന്റെ മരുമോനായിരുന്നുണ്ടോ സയന്റിസ്റ്റ് ഡോക്ടർ ജോർജ് ശാമുവേൽ. അദ്ദേഹം അമേരിക്കയിലെ മാസച്യൂസെറ്റ്സ് ഹോസ്പിറ്റലിലെ പ്രശസ്തനായ ഒരു ന്യൂക്ലിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ആണ്. അപ്പോൾ വാസ്തവത്തില് ഈ മനുഷ്യന്റെ 3 മക്കൾ 2 പേർക്കും ഗുരുതരമായിരിക്കുന്ന 2 മെഡിക്കൽ വേൾഡിലെ ലോകത്തെ ഗുരുതരമായിരിക്കുന്ന ഒരു രോഗം എന്തറിയോ? സ്യൂഡോ വിസിഡോസിസ്, അതായത് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയപ്പെടുന്ന രോഗം. അത് ബാക്കി നിങ്ങൾ പോയി തപ്പിയാൽ മതി ഗൂഗിൾ. സ്യൂഡോ വിസിഡോസിസ് അല്ലെങ്കിൽ സിസ്റ്റിക് ഫൈബ്രോസിസ് എല്ലാ ലക്ഷണം കിട്ടും. ഞാൻ മെഡിക്കൽ എക്സ്പേർട്ട് അല്ലല്ലോ, വായിച്ചുള്ള അറിവ് മാത്രമേ ഉള്ളൂ. ഇദ്ദേഹത്തെയും മക്കളെയും ഞാൻ കണ്ടിട്ടുണ്ട്. 1989 നവംബർ മാസം വരെ ഈ രോഗത്തിന്റെ ജീനിനെ വൈദ്യശാസ്ത്രം ഡിറ്റക്ട് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് അതിനൊരു ട്രീറ്റ്മെന്റും ഉണ്ടായിരുന്നില്ല. അപ്പൊ ട്രീറ്റ്മെന്റ് ഇല്ലാത്ത രോഗം. അദ്ദേഹം അമേരിക്കയിൽ നിന്ന് ഈ ജോലി റിസൈൻ ചെയ്ത് നോർത്ത് ഇന്ത്യയിൽ കർത്താവിന് വേലയ്ക്ക് വേണ്ടി വന്നു. അതെന്റെ കൊളീഗ്സ് എല്ലാം പറഞ്ഞു, പോകരുത്, ഈ അബദ്ധം കാണിക്കരുത്, ഈ സയന്റിഫിക് വേൾഡിൽ തന്നെ ഒരു സയന്റിസ്റ്റായി തുടർന്നുകൊണ്ട് നിങ്ങൾക്ക് മാന്യമായ സുവിശേഷ വില ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ വയ്യാത്ത കുഞ്ഞുങ്ങളെ കൊണ്ട് ഇവിടെ വന്നു. ആകെ വല്ലാത്ത കഷ്ടത്തിലായി. ഭയങ്കരമായ രോഗമാണ്. ഈ ഹോസ്പിറ്റൽ മെഡിക്കൽ മിഷനിൽ പല പ്രാവശ്യം അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ശരീരത്തിന്റെ വിണങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന പഴുപ്പിന്റെ സ്മെല്ല് 1/2 കിലോമീറ്റർ സ്ഥലത്ത് നിൽക്കുന്ന ആർക്കും അസഹനീയമാണ്. അത്രമാത്രം കഠിനമായ രോഗമാണ്. ആ രോഗത്തിന്റെ രോഗാതുരതയിൽ അതേ കുഞ്ഞുങ്ങളെ വളർത്തി. അപ്പൊ എന്തറിയാമോ, ഇദ്ദേഹം മടങ്ങി ഇവിടെ വന്ന് ഇദ്ദേഹത്തെ കൊണ്ട് ഇന്ത്യയിൽ താമസിക്കാൻ കഴിയുകയില്ല. ഈ കുഞ്ഞുങ്ങൾ രോഗാതുരരായി, ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ല, ഇതിന്റെ ജീനിനെ ഇതുവരെയും ഡിറ്റക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് വൈദ്യശാസ്ത്ര ട്രീറ്റ്മെന്റ് ഇല്ല എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ കോളീഗ്സ് അല്ല അതുകൊണ്ട് പറഞ്ഞു, മണ്ടത്തരം കാണിക്കരുത്, ഞങ്ങൾ പറഞ്ഞല്ലേ, മടങ്ങി വരിക, സുഖമായി ഇവിടെ ജീവിക്കാം. അപ്പൊ അദ്ദേഹം കൊടുത്തൊരു മറുപടി 2 ലൈൻ അദ്ദേഹത്തിന്റെ ജീവസാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞത് അറിയാമോ? സർക്കംസ്റ്റൻസസ് ഇൻ ദ ലൈഫ് ഓഫ് എ ബിലീവർ ക്യാൻ ബി ചേഞ്ച്ഡ് ബട്ട് ദ കമ്മിറ്റ്മെന്റ് കാനോട്ട്. അതായത് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിത സാഹചര്യങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റമുണ്ടാവാം,
എന്നാൽ ദൈവസ്ഥനിൽ ചെയ്ത പ്രതിഷ്ഠയ്ക്ക് മാറ്റം ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇറ്റ് ഈസ് ബെറ്റർ ടു ബി ഇൻ ഇന്ത്യ ഇൻ ദ വിൽ ഓഫ് ഗോഡ് ദാൻ ടു ബി ഇൻ അമേരിക്ക ഔട്ട്സൈഡ് ദ വിൽ ഓഫ് ഗോഡ്. അതായത് ദൈവഹിതത്തിന്റെ വെളിയിൽ അമേരിക്കയിൽ വന്ന് സുഖവാസമായ ഒരു ജീവിതം നയിക്കുന്നതിനേക്കാൾ ദൈവഹിതപ്രകാരം ഇന്ത്യയിലായിരിക്കുന്നതാണ് എനിക്കേറെ ഇഷ്ടം. ദൈവം അതിനാണ് ചിലപ്പോൾ ചില വേള നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളെ അനുവദിക്കുന്നത്. അതിലെന്ത് ചെയ്യരുത്? പെറുപിറക്കരുത്. പത്രോസ് പറയുന്നു, ഇങ്ങനെയുള്ള അഗ്നിശോധനകൾ വരുമ്പോൾ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് സംഭവിച്ചു എന്ന് ഓർത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്? വല്ലാതെ വിഷമിക്കരുത്. ദൈവത്തിന് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. അത്രയും മാത്രമേ അതേക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ. ഇനി മൂന്നാമത്തെ വിഷയം, എന്തുകൊണ്ട് ദൈവം ജീവിതത്തിൽ അപൂർവമായ കഷ്ടതകളെ അനുഭവിക്കുന്നു? ടു അച്ചീവ് ഗോഡ്സ് ഡിസൈഡ് എൻഡ്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവിക പദ്ധതി നമ്മുടെ ജീവിതത്തിലൂടെ നടപ്പിലാക്കുക. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്താ ദൈവം പറഞ്ഞത്? ഞാനൊരു ദൃഷ്ടാന്തം വളരെ വേഗത്തിൽ പറയാം. ദൈവത്തിന്റെ ദാസനായ ഇസ്ഹാക്ക്, അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്ക്, വാഗ്ദത്ത സന്തതി. അബ്രഹാമിന്റെ പ്രായത്തിന്റെ 2/3 പ്രായമാകുമ്പോഴേക്ക് തന്നെ ഇദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച രണ്ടും നഷ്ടപ്പെട്ടു. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അബ്രഹാമിന്റെ അത്രയും. അബ്രഹാം സാറായി മരിച്ച ശേഷവും പിന്നെയും കാഴ്ചയൊക്കെ ഉള്ളവനായിരുന്നു, ആരോഗ്യമുള്ളവരായിരുന്നു. പിന്നെയും കെതൂറായൊക്കെ വിവാഹം കഴിച്ച് യോക്സാൻ, മിദ്യാൻ മുതലായ കുഞ്ഞുങ്ങളൊക്കെ ഈ വകയിൽപ്പെട്ടതാണ്. അവയൊക്കെ ഉണ്ടായി നല്ല വാർദ്ധക്യത്തിലാണ് മരിക്കുന്നത്. എന്നാൽ അബ്രഹാമിന്റെ പ്രായത്തിന്റെ 2/3 പ്രായമായപ്പോഴേക്കും ഇസ്ഹാക്കിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അപ്പൊ നമ്മൾ ചിന്തിക്കുക, എന്താ ഇങ്ങനെ സംഭവിക്കാൻ കാര്യം? അങ്ങനെ ദൈവം കാഴ്ച നഷ്ടപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ എന്തോ പറയാമെന്ന് ആദ്യം ഞാൻ പറയാം. അവന്റെ കാഴ്ച അങ്ങനെ നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ അവന് യാക്കോബിനെ അനുഗ്രഹിക്കുന്നതിന് പകരം ആരെ അനുഗ്രഹിക്കുകയുള്ളൂ? യേശാവിനെ അനുഗ്രഹിക്കുള്ളൂ. പക്ഷെ അവർ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്ന സമയത്ത് തന്നെ മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്നും ഇളയവനെ ഞാൻ വിധി നിർണയപ്രകാരം തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം ഈ കുട്ടികൾ ആണാകട്ടെ പെണ്ണാകട്ടെ ഏതാണ് ഇതിന്റെ സെക്സ് എന്ന് പോലും അറിയാൻ വയ്യാത്ത സമയത്ത് തന്നെ ദൈവം പറഞ്ഞു, ഞാൻ ഇങ്ങനെയാണ് സംവിധാനം ചെയ്യുന്നത്. ദൈവത്തിന്റെ നിത്യത്തിലെ നിർണയമായിരുന്നു. അവന്റെ നിർണയത്തോട് മറന്നു നിൽക്കുന്നവൻ ആർ, ദൈവത്തിന് ഉപദേശിച്ചു കൊടുക്കേണ്ടതിന് അവന് മന്ത്രിയായിരുന്നവൻ ആർ. അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. ദൈവം അങ്ങനെയാണ് ചെയ്തത്. പക്ഷേ യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് ഇസ്ഹാക്ക് ഒരിക്കലും ആരെ അനുഗ്രഹിക്കുകയില്ല? യാക്കോബിനെ അനുഗ്രഹിക്കുകയില്ല. മൂത്തവനെ മാത്രമേ അനുഗ്രഹിക്കുകയുള്ളൂ. ഇരട്ടി അവകാശം അവന് മാത്രമേ ഏൽപ്പിച്ചു കൊടുക്കുകയുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി അങ്ങനെയല്ലായിരുന്നു. ദൈവത്തിന്റെ പദ്ധതി യാക്കോബിനെ അനുഗ്രഹിക്കുക എന്നുള്ളതായിരുന്നു. അത് സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അകാലത്തിൽ തന്നെ അവന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടേ മതിയാവൂ. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത് എൻ്റെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നു എന്ന വിശദീകരണം നമുക്കറിയാൻ കഴിയുകയില്ല. എന്നാൽ പിന്നീട് നമുക്കത് മനസ്സിലാക്കാനായി കഴിയും. നമ്മൾ ചെയ്തതെല്ലാം നന്മയ്ക്കായിട്ടായിരുന്ന എന്ത് ചെയ്യും? ദൈവം വെളിപ്പെടുത്തുന്നു. റോമർ 8:28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അത് ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതിയിലെ മറ്റൊരു കാര്യമാണ്. ഇനിയും 4ാമത്തെ കാര്യം, ടു ഡിഫീറ്റ് അവർ സെൽഫ്. നമ്മുടെ സ്വയത്തെ എന്ത് ചെയ്യുക? തകർത്ത് കളയുക. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ സ്വയം അല്ലെങ്കിൽ സ്വാർത്ഥത എന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ട്. അത് ഏതു മനുഷ്യനുമുണ്ട്. അസൂയയെക്കുറിച്ച് പറയുമ്പോൾ ചില പറയും എനിക്ക് അസൂയയില്ലെന്ന്. ചുമ്മാതാണ്. എല്ലാ മനുഷ്യനും എന്തുകൊണ്ട്? അസൂയുണ്ട്. പറഞ്ഞോട്ടെ, എൻ്റെ എല്ലാ മനുഷ്യനും എന്തുകൊണ്ട്? അസൂയുണ്ട്. ഇവിടെ ഇരിക്കുന്ന മനുഷ്യരുടെ കാര്യമല്ല, എല്ലാ മനുഷ്യരുടെയും കാര്യമാണ്. മനസ്സിലായി? അപ്പം എല്ലാ മനുഷ്യർക്കും അസൂയയുണ്ട്. അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിയും കുറഞ്ഞും ഇരിക്കും. തീവ്രത കൂടിയും കുറഞ്ഞും മാത്രമേ ഇരിക്കുകയുള്ളൂ. ഞാനൊരു ദൃഷ്ടാന്തം പറയാം. ഈ മുൻനിരയിലിരിക്കുന്ന ഈ ഈ പെൺകുഞ്ഞുങ്ങളിൽ ആരെങ്കിലും ഒരാൾ നല്ല കൊള്ളാവുന്നൊരു ചുരിദാറിട്ടുകൊണ്ട് വരിക. അപ്പോൾ അടുത്ത ആൾ ഇരിക്കുന്നോണ്ട് നോക്കിച്ചേ, എന്തിനാണ് ഇത്രയും വില കൂടിയ സാധനമൊക്കെ ധരിക്കണം? അതിന് വല്ല ചിലവ് കൊണ്ടോ? കാര്യം അവരുടെ കാശ് കൊടുത്തില്ല ഇത് വാങ്ങിച്ചേ. എന്നാലേ അവരുടെ പൈസ കൊടുത്താണ് വാങ്ങിയത്. എന്നാലും എന്ത് ചെയ്യും? ഒരഭിപ്രായം പറയും. ഇപ്പൊ സാരി കൊടുത്തിട്ട് ഞാൻ എവിടെ നിന്ന് ഈ സാരി വാങ്ങിച്ചത്? ഇവിടെ മുഴുവൻ ടെക്സ്റ്റൈൽ ഷോറൂം കിടക്കുക, നിങ്ങളും പോയാൽ കിട്ടും സാധനം. ഇപ്പൊ എല്ലാ മനുഷ്യന്റെയും മനസ്സിൽ എന്തുകൊണ്ട്? മോറോലെസ് അസൂയ ഉണ്ട്. അത് ജന്മസ്വത്വമായി മനുഷ്യനുള്ളതാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, ആറ്റം ബോംബ് ഒരു മനുഷ്യനെയും കൊല്ലുകയില്ല. ഒരു മനുഷ്യനെ, അതാണല്ലോ ഈ അണുശക്തിയുടെ പിതാവായി അറിയപ്പെടുന്ന E=mc² എന്ന് പറയുന്ന ആപ്തവാക്യം ലോകത്തിന് സംഭാവന ചെയ്ത മഹാനായ മസ്തിഷ്ക മല്ലനാണ്. അപ്പൊ ഇതുണ്ടാക്കിയപ്പോൾ അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, ഇതെല്ലാം മാനവരാശിയെ സംവരിക്കുന്ന സാധനമല്ലേ? അദ്ദേഹം പറഞ്ഞു, ആറ്റം ബോംബ് ഒരിക്കലും മനുഷ്യൻ ചെയ്യില്ല, കൊല്ലുകയില്ല. എന്നാൽ ആറ്റം ബോംബ് പൊട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അസൂയാവഹമായ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു പ്രഷർ അവന്റെ വിരൽത്തുമ്പിൽ കൂടി അതിന്റെ ബട്ടൺ പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ അത് പൊട്ടുകയുള്ളൂ. അപ്പൊ വാസ്തവത്തില് അദ്ദേഹം അറിയാവോ, ജലസി ഈസ് മോർ ഫോഴ്സ്ഫുൾ ദാൻ ദി പവർ ഓഫ് ദി ആറ്റം ബോംബ്. അതായത് ആറ്റം ബോംബിനേക്കാൾ വലുതാണെന്ത്? അസൂയ. അദ്ദേഹം പറഞ്ഞാണ്,
മാനവരാശിയുടെ ആദ്യയാമം മുതൽ ഇന്ന് വരെ ആറ്റം ബോംബ് സംഹരിച്ച ആളുകളേക്കാൾ 10,000 മടങ്ങാണ് അസൂയ ഒടുക്കിയിട്ടുള്ള ആളുകളുടെ എണ്ണം. അത് എല്ലാ ആളുകൾക്കുമുണ്ട്. ഉപദേശ ലോകത്തുമുണ്ട്. ഒരു ഉപദേശി വേറൊരു ഉപദേശിയേക്കാൾ അല്പം കൂടെ മെച്ചമായി സംസാരിക്കുകയാണെങ്കിൽ ആ ഉപദേശിയോട് ചെറിയ കണ്ണുകടി മറ്റേ ഉപദേശിക്കുണ്ടാകുന്നത് സാധാരണമാണ്. ഇവിടെ ഒരു അധ്യാപകൻ വേറൊരു അധ്യാപകൻ നന്നായി പഠിപ്പിക്കുന്ന അധ്യാപകനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ മറ്റൊരു അധ്യാപകൻ അല്പം പ്രയാസം ഉണ്ടാകുകയാണ്. ഒരു സ്റ്റുഡന്റ് നന്നായി പഠിച്ചു നന്നായി പെർഫോം ചെയ്താൽ കൂടെ പഠിക്കുന്ന ആളിനെ അതേ ടീച്ചർ തന്നെയാണ് ക്ലാസ് എടുത്തത്. പക്ഷേ ഐക്യുവിന്റെ കുറവോ പഠിക്കാഞ്ഞുകൊണ്ടോ എന്നാ അറിയാൻ വയ്യ, എന്ത് ചെയ്യും? ഉടനെ തോറ്റുപോകാൻ സാധ്യതയുണ്ട്, അല്പാസൂയ ഉണ്ടാവും. പണ്ട് ബോബനും മോളിയും ഞാൻ വായിച്ചത്, പണ്ടത്തെ കാര്യം ഇപ്പോഴല്ല. ബോബനും മോളിയും കൂടെ ആംഗ്ലം പെങ്ങളുമാണല്ലോ. അവരിങ്ങനെ 10ാം ക്ലാസ്സിന്റെ പരീക്ഷ എഴുതാൻ വേണ്ടി തയ്യാറാവുകയാണ്. തയ്യാറാകുന്ന സമയത്ത് മറ്റു പിള്ളേർ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പഠിച്ച് തലമണ്ട പോയിച്ചു കളയുന്നത്? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഗീവറീസ് പുണ്യവാളന്റെ പള്ളിയുടെ വാതിക്കലിരിക്കുന്ന വഞ്ചിപ്പെട്ടിക്കകത്ത് 10 രൂപ കൊണ്ട് നേർച്ചിട്ടാൽ മതി, ബാക്കി കാര്യം പുണ്യവാളൻ നോക്കിക്കോളെന്ന് പറഞ്ഞു. ഏതാ ഇത്? ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഈ പിള്ളേർ വിശ്വസിച്ചു. അപ്പൊ 10 രൂപ വേണ്ടി അന്നത്തെ കാലത്ത് അവരിങ്ങനെ ബോബനെ മുഴുവൻ വീട് വിട്ടിറങ്ങി കഴിഞ്ഞപ്പോൾ അവനിങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഒരു വീടിന്റെ മുറ്റത്ത് വലിയൊരു മാവ് നിൽക്കുന്നു. ആ മാവെ നിറച്ച് മാങ്ങ കിടക്കുന്നു, വിളഞ്ഞെടുക്കുക. ഒരപ്പച്ചൻ വീട്ടുമുറ്റത്തിരിക്കുന്നു. അപ്പച്ച ഈ മാങ്ങ എന്താ പറിക്കാതെ? അപ്പൊ അപ്പച്ചൻ, മോനെ ഇതേ മുഴുവൻ മിഷറാണ്, നീറാണ്, പറിക്കാൻ നോക്കിയാൽ ആരും പറിക്കുകയില്ല, ഞാൻ പറിച്ചു തരാം, എനിക്ക് 10 രൂപ തരാമെന്ന് ചോദിച്ചു. ആ നീറുകടിയും കൊണ്ട് ഇതെല്ലാം പറിച്ച് 10 രൂപ അപ്പച്ചൻ അവർ കൊടുത്തു. അപ്പൊ ഈ സമയത്ത് മോളി അവിടെ നിന്ന് അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി ഇവിടെ എന്തെങ്കിലും ജോലിയുണ്ടോ? മോളെ വേറെ തുണി കഴുകാനുണ്ട്, കഴിയത്തിലാക്കി ഞാൻ 10 രൂപ. അങ്ങനെ രണ്ടുപേരും കൂടി മോളി തുണി കഴുകി 10 രൂപ വാങ്ങിച്ചു. മിഷറടി കൊണ്ട് ബോബനും 10 രൂപ ഉണ്ടാക്കി. രണ്ടുപേരുടെ കൊണ്ടുവന്ന് ഗീവറീസ് പുണ്യവാളന്റെ ഈ നേർച്ചപ്പെട്ടിക്കകത്ത് 10 രൂപ വെച്ച് പുണ്യാളിച്ച എപ്പോഴും കാത്തുകൊള്ളണമേ, അടിയങ്ങളുടെ പരീക്ഷയുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിച്ചേച്ച് വീട്ടിൽ പോയി കുറ്റിപ്പന്തും കളിച്ച് നടന്നു. പരീക്ഷയ്ക്ക് പഠിച്ചില്ല. പഠിക്കാൻ എന്താ സംഭവിച്ചെന്നറിയാമോ? പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ രണ്ടുപേരുടെ കുട്ടിപ്പാവട ഇട്ട് അവിടെ ചെന്നു. റിസൾട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ജയിച്ചവർ ലിസ്റ്റില്ല, തോറ്റവർ ലിസ്റ്റ് സാധനം എഴുതാറില്ലല്ലോ, ജയിച്ചവർ ലിസ്റ്റില്ല, തോറ്റെന്ന് മനസ്സിലായി. രണ്ടിനും കലിപ്പായി. രണ്ടും കൂടെ കൂടിയെന്ന് അറിയാമോ? ദേഷ്യപ്പെട്ട് പുണ്യവാളന്റെ വഞ്ചിപ്പെട്ടിന്റെ അടുത്ത് വന്നു. വഞ്ചിപ്പെട്ട് നോക്കിച്ച് പറഞ്ഞു, കുന്തമുണ്ട്, കുതിരയുണ്ട്, കിരീടമുണ്ട്, എത്ര കാലം ഇങ്ങനെ കണ്ടോന്റെ ഞൊട്ടി ജീവിക്കുമെന്ന് ചോദിച്ചു. അതറിയാം, കാര്യം കുതിരപ്പെടുത്തിരിക്കുകയാണ് ഈ പുണ്യവാളച്ചൻ. അപ്പൊ അദ്ദേഹത്തിന്റെ തലയിൽ കിരീടമുണ്ട്, കയ്യിലിരിക്കുന്ന വ്യാളിയെ കുത്തുന്നുണ്ട്, ഒരു കുന്തമുണ്ട്, കുതിരയുണ്ട്, കിരീടമുണ്ട്, ഇങ്ങനെ കണ്ടവന്റെ ഞൊട്ടി എത്ര കാലം ജീവിക്കും എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇത് വാസ്തവത്തിൽ പഠിക്കാഞ്ഞതിന്റെ കുഴപ്പമല്ലേ, പുണ്യാളത്തിന്റെ കുഴപ്പമാണോ? ഇപ്പൊ പുണ്യാളൊന്നും ചെയ്യാൻ പറ്റില്ല. പഠിക്കേണ്ട സമയത്ത് എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പൊ ഇവിടെ പരാജയം, ഇവിടെ നമ്മൾ നോക്കണം, നമ്മുടെ ജീവിതത്തെ പരാജയപ്പെടുത്താൻ സ്വയത്തെ പരാജയപ്പെടുത്തുക. സ്വയത്തെ പരാജയപ്പെടുത്താൻ ദൈവം ചില സമയത്ത് എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ ജീവിതത്തിൽ കർഷകളെ അനുവദിക്കാറുണ്ട്. സമയം വേഗത്തിൽ ഓടിപ്പോകുക, ഇനിയും 15 മിനിറ്റേ ഉള്ളൂ. അപ്പൊ ഇത് നോക്കുമ്പോൾ ഇവിടെ ഈ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ഓരോ മണ്ഡലങ്ങളാണ്. സർ തോമസ് ആൽവ എഡിസൺ, അദ്ദേഹം പരാജയം ഒരിക്കലും സമ്മതിക്കാത്ത മനുഷ്യനായിരുന്നു. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ ജനിച്ച് ജീവിച്ച ഏതാണ്ട് 10,000-ലധികം കണ്ടുപിടുത്തങ്ങൾക്ക് പേറ്റന്റ് എടുത്ത മഹാനായ ഒരു ശാസ്ത്രജ്ഞനാണ് സർ തോമസ് ആൽവ എഡിസൺ. പിള്ളേരൊക്കെ 12ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ അതേക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ ഇൻകാൻഡീസിന്റെ ബൾബ് കണ്ടുപിടിച്ചു. ഇലക്ട്രിസിറ്റി ടങ്ഷൻ എന്ന് പറയുന്ന ലോകത്തിൽ കൂടി കടത്തി വിട്ടപ്പോൾ അത് പ്രകാശിതമാക്കി. അത് കണ്ടുപിടിച്ചു. അതിന് എത്ര ടെസ്റ്റ് അദ്ദേഹം ചെയ്യുന്നറിയാമോ? ആർക്ക് പറയാം? ഹൗ മെനി ടെസ്റ്റ് ഹി ഹാഡ്? ആർക്ക് പറയാം? പെട്ടെന്ന് പറഞ്ഞാട്ടെ. എത്ര ചെയ്തു? ഇല്ലില്ല, 3000 ടെസ്റ്റ് ചെയ്തു. പെട്ടെന്ന് പറഞ്ഞു പോകാം, 3000 ടെസ്റ്റ്. 2999 ടെസ്റ്റിൽ ഈ ലോകത്തിൽ കൂടി കറണ്ട് കടത്തിവിട്ട് കത്തിയില്ല. 3000ാമത്തെ ടെസ്റ്റ് അങ്ങ് ജയിച്ചു. അപ്പൊ പത്രമംഗൾ എഴുതി, അന്ധകാരപൂരിതമായ ഈ ലോകത്തിന് പ്രകാശം നൽകുന്ന ഒരു സാങ്കേതിക വിദ്യക്ക് സർ തോമസ് ആൽവ എഡിസൺ ഇതാ കണ്ടുപിടിച്ചിരിക്കുന്നു, ഒരു നൂതന സാങ്കേതിക വിദ്യ. അപ്പൊ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്ത യങ്സ്റ്റേഴ്സിനോട് പറഞ്ഞു, ഇതാണോ വലിയ കണ്ടുപിടുത്തം? 2999 പ്രാവശ്യം ഇദ്ദേഹം തോറ്റു, ഒരു പ്രാവശ്യം മാത്രം ജയിച്ചു. പക്ഷേ എഡിസൺ അതിനെ പ്രതികരിച്ചെന്നറിയാവോ? നെവർ ടു സേ എഡ്യൂക്കേഷൻ എ ഫെയിലിയർ, വിദ്യാഭ്യാസത്തെ പരാജയം എന്ന് പറഞ്ഞുകൂടാ. 2919 ഡിഫറെന്റ് വേസ് ഇൻ എക്സ്പെരിമെന്റ്സ് ഐ ലേൺഡ് ഹൗ ദിസ് ബൾബ് വിൽ നോട്ട് ഗ്ലോ. അതായത് 2999 വിവിധ പരീക്ഷകൾ കൂടി ഈ ബൾബ് എങ്ങനെ കത്തുകയില്ല എന്ന് ഞാൻ കണ്ടുപിടിച്ചു. 3000ാമത്തെ പ്രാവശ്യം ഇത് എങ്ങനെ കത്തുമെന്ന് ഞാൻ കണ്ടുപിടിച്ചു. എല്ലാം വിജയം. മനുഷ്യർ നമ്മളെ പുറമേ നോക്കുമ്പോൾ 2999 പരാജയവും ഒരു വിജയവും അല്ലേ? അതേ നോക്കിയപ്പോൾ എല്ലാം വിജയം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കാര്യം ഈ ഞാൻ ചെയ്ത ഈ 2999 മാർഗവും നിങ്ങൾ നോക്ക്, ഈ ബൾബ് എന്ത് ചെയ്യില്ല? കത്തുകയില്ല. നമ്മുടെ ജീവിതത്തിന്റെ സ്വയത്തെ പരാജയപ്പെടുത്താൻ ദൈവം എന്ത് ചെയ്യും? അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞു. ഇറ്റ്സ് എ ലൈഫ് ഓഫ് സഫറിങ്, ലോകത്തിന്റെ ദൃഷ്ടിയിൽ. 2, ഇറ്റ്സ് എ ലൈഫ് ഓഫ് ഡിഫീറ്റ്, പരാജയത്തിന്റെ ജീവിതം. പൗലോസിനെ തന്നെ നോക്കുകയും
പൗലോസിന്റെ ജീവചരിത്രം നമ്മൾ വായിക്കുന്നത് പ്രവൃത്തികളുടെ പുസ്തകം 9, 22, 26 ഈ 3 അധ്യായങ്ങളാണ്. തനിക്ക് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ചുണ്ടായ ദർശനത്തിന്റെ 3 വിശദമായ വിശദീകരണങ്ങൾ ഈ 3 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രവൃത്തി 9 ലൂക്കോസ് രേഖപ്പെടുന്നു, 22 സ്വജനത്തിന്റെ മുമ്പാകെ തന്നെ അനുഭവസാക്ഷ്യം പറയുന്നു, 24 അഗ്രിപ്പ മഹാരാജാവിന് മുമ്പാകെ താൻ റോമിലേക്ക് വന്നതിന്റെ കാരണം ബോധിപ്പിക്കുമ്പോൾ ഈ കാര്യം പറയുന്നു. അദ്ദേഹം അതിന്റെ 3 പ്രവിശ്യകളെയും വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ അജാനബാഹുവായ ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ ആർക്കും പരാജയപ്പെടാത്ത, ആരുടെയും മുമ്പാകെ പരാജയം സമ്മതിക്കാത്തൊരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഒരു പരാജയം സമ്മതിച്ചു. എവിടെ അറിയാമോ? ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് സൂര്യന്റെ പ്രകാശത്തെ കവിയുന്ന സ്വർഗീയ പ്രകാശം അദ്ദേഹത്തെ നിഴലിട്ടപ്പോൾ സ്വയപ്രകാശം ദൈവപ്രകാശത്തിന് വഴിമാറി. എവിടെ തെളിവ്? അവന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. നേർവീതി എന്ന തെരുവിൽ തൊൽക്കൊല്ലനായ ശിമോന്റെ വീട്ടിൽ 3 ദിവസം അഭയം പ്രാപിച്ചു. കണ്ണ് കാണാത്തവനായിരിക്കുന്നു. അപ്പൊ അവിടെ ദമസ്കോസിലുള്ള ഒരു സാധാരണ ക്രിസ്ത്യാനിയായിരുന്ന ഒരു മനുഷ്യനെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, അനിയാസെ പോക, നേർവീതി എന്ന തെരുവിൽ തൊൽക്കൊല്ലനായ ശിമോന്റെ വീട്ടിൽ ഈ ശൗൽ എന്ന് പറയുന്ന ഒരുവൻ കണ്ണിന് കാഴ്ചയില്ലാതെ ഇരിക്കുന്നു. നീ പോയി എന്ത് ചെയ്യണം? അവന് വേണ്ടി പ്രാർത്ഥിക്കണം. അവൻ ചെന്നു, അവന് വേണ്ടി തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ നാം വായിക്കുന്നു, അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ എന്തോ ഒന്ന് വീണു. ഉടനെ അവന്റെ കാഴ്ച അവനെ മടക്കി കെട്ടി. സ്വയപ്രകാശം ദൈവപ്രകാശത്തിന് വഴിമാറുന്ന ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ അനുഭവം. ഈ അനുഭവം നമുക്കുണ്ടാക്കാൻ ദൈവം നമ്മുടെ ജീവിതത്തിന്റെ സ്വയത്തെ ചില സമയത്ത് എന്ത് ചെയ്യും? ഞെരുക്കി കീഴ്പ്പെടുത്തും, നമ്മളെ പരാജയപ്പെടുത്തുന്ന ദൈവം. ആ പരാജയം ആത്യന്തികമായ ഒരു പരാജയം അല്ല എന്ന് ചെയ്യണം, ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ദൈവം ചെയ്യുന്നെങ്കിൽ അതെന്തിനു വേണ്ടി ചെയ്യുന്നതാണ്? തൻ്റെ മഹത്വത്തിനായിട്ട് ദൈവം ചെയ്യുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 11 നമ്മൾ വായിക്കുന്നുണ്ട്, ലാസർ യേശുവിന്റെ സ്നേഹിതനായ ലാസർ ദീനമായി കിടന്നു, വിവരം അറിയിച്ചു. യേശു അവിടെ വന്നില്ല. 2, ദീനം വർദ്ധിച്ചു, അതായത് മൂർച്ഛിച്ചു, അതും വിവരം യേശുവിനെ അറിയിച്ചു. ഇതിനു മുമ്പ് പല പ്രാവശ്യം അവിടെ ചെല്ലുകയും മറിയ മട്ടൻ ചാപ്സ് ഉണ്ടാക്കി കൊടുത്തത് പല പ്രാവശ്യം കഴിക്കുകയും ചെയ്ത യേശു അല്ലേ? മാർത്ത പാതാപീഠത്തിൽ നിന്നുകൊണ്ട് വേദോസം പഠിക്കുകയും ചെയ്ത ആളാണ്. പക്ഷേ സ്വന്തം സഹോദരൻ രോഗിയായി രോഗം മൂർച്ഛിച്ചു എന്ന് യേശുവിനെ അറിയിച്ചപ്പോൾ അങ്ങോട്ടൊന്ന് കയറിയില്ല. നമുക്കായാലും ദേഷ്യം വരും അല്ലേ? പല പ്രാവശ്യം. ഇപ്പം ഇന്നലെ രാത്രി ഞാൻ ജേസൺ ബ്രദറിന്റെ വീട്ടിലായിരുന്നു. അദ്ദേഹത്തിന് ഏതെങ്കിലും ആവശ്യം ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ ഇതിലേ എങ്ങാനും പാസ് ചെയ്തു, എന്നാലും സഹോദരൻ കയറിയില്ലോ എന്ന് സാധാരണ നിലയിൽ എന്ത് ചെയ്യാം? പറഞ്ഞില്ലെങ്കിലും ചിന്തിക്കാം. അപ്പൊ ഏതായാലും ഇദ്ദേഹം യേശുവിനെ അറിയിച്ചു, യേശു വന്നില്ല. അത് കഴിഞ്ഞ് ലാസർ മരിച്ചു. അപ്പൊ ഈ സിസ്റ്റേഴ്സും അത്തരം വാശിയുള്ള ആളുകളായിരുന്നു. അവർ പറഞ്ഞു, രോഗം ഉണ്ടായപ്പോൾ അറിയിച്ചു, രോഗം മൂർച്ഛിച്ചപ്പോൾ അറിയിച്ചു. ഇനിയിപ്പം 2 പ്രാവശ്യവും കയറാത്തവനെ മരണം സംസ്കരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണ്ട? അറിയിച്ചായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അവർ സംസ്കരിച്ച് മരിച്ച് 4 ദിവസം ആയി കഴിഞ്ഞപ്പോൾ യേശു ശിഷ്യന്മാരെ വിളിച്ച് പറഞ്ഞു, നമ്മുടെ സ്നേഹിതനായ ലാസർ, ബാക്കി ആർക്ക് പറയാം? ലാസർ നിദ്ര കൊള്ളുന്നു. ദാറ്റ് മീൻസ് മരിച്ചിട്ടില്ല. ലാസർ നിദ്ര കൊള്ളുന്നു, അവനെ എഴുന്നേൽപ്പിക്കേണ്ടതിന് നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലെ ഡൗട്ടിങ് തോമ, അതായത് സംശയിക്കുന്ന തോമാച്ചൻ പറഞ്ഞു, അതെ, പണ്ട് തന്നെ ഗുരു അവനെ നിദ്ര കൊള്ളുകയാണെങ്കിൽ നിശ്ചയമായി എഴുന്നേൽക്കും. പക്ഷെ എന്തല്ല നിദ്ര കൊള്ളുക അല്ല, പണ്ട് തന്നെ യഹൂദന്മാർ തന്നെ കല്ലെറിഞ്ഞ് കൊല്ലാൻ ഭാവിച്ചിരിക്കുകയാണ്. അപ്പം അവൻ പറയാം, ലെറ്റ്സ് ഓൾസോ ഗോ ദാറ്റ് വി മേ ഡൈ വിത്ത് ഹിം. അവനോട് മരിക്കണം, എന്ത് ചെയ്യാം? നമുക്കും പോകാം. അത് നല്ല മനസ്സോട് പറഞ്ഞല്ല, നിങ്ങൾ ആ ഭാഗം വായിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ പണ്ട് തന്നെ നിന്നെ എറിയുവാൻ അവർ കല്ലെടുത്തിരിക്കുകയാണ്. ഇപ്പൊ പോയാൽ നിശ്ചയമായും കല്ലേറ് കിട്ടും, നമ്മൾ എന്ത് ചെയ്യും? ചാകും. ഏതായാലും പോയേക്കാം എന്ന് പറഞ്ഞാണ് പോകുന്നു. അവിടെ ചെന്ന് യേശു അവിടെ ചെന്നു കല്ലറയിൽ നിന്ന് കല്ല് നീക്കുവാൻ കൽപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞു. ലാസർ കെട്ടപ്പെട്ടവനായിട്ട് പുറത്തു വന്നു. ഉടനെ കർത്താവ് പറഞ്ഞു, അവന്റെ കെട്ട് അഴിപ്പീൻ, അവൻ പുറപ്പെട്ട് പോകട്ടെ. അപ്പം മരിച്ച് നാറ്റം വെച്ച ശവത്തിന്മേൽ ജീവൻ വീണ്ടും പ്രതിഫലിപ്പിച്ച് ആ ശരീരത്തെ ഉയർപ്പിക്കാൻ കഴിയുന്ന യേശുവിന് ഈ കല്ല് മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞാൽ മാറിപ്പോകും. കെട്ടഴിയട്ടെ എന്ന് പറഞ്ഞാൽ കെട്ടഴിയും. അത് രണ്ടും യേശു ചെയ്തില്ല. ചെയ്യാഞ്ഞതിന്റെ കാരണം കെട്ടിയവർ തന്നെ അവിടെ നിൽപ്പുണ്ട്, അവർ തന്നെ അഴിക്കട്ടെ എന്നാണ് കർത്താവിന്റെ ധർമ്മം. 2, കല്ലുരുട്ടി വെച്ചവന്റെ വല്ലവർ അവിടെ നിൽപ്പുണ്ട്, അവർ തന്നെ എന്ത് ചെയ്യട്ടെ? അത് മുരുട്ടി മാറ്റട്ടെ. ദ ഡിലേ ഓഫ് ബ്ലെസ്സിങ് ഈസ് ഫോർ ഗ്രേറ്റർ ബ്ലെസ്സിങ്. ഞാൻ ഇവിടെ ഇല്ലായിരുന്നതിൽ നിങ്ങൾ നിമിത്തം ഞാൻ അത്യന്തം സന്തോഷിക്കുന്നു. എന്താ കാരണം? യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുവാൻ ഒരവസരം കൂടെ ഈ പരിശോധന ആ ജീവിതത്തിൽ നൽകി. പരിശോധന ദൈവം നൽകുന്നതിന്റെ ആത്യന്തികമായ 5ാമത്തെ ലക്ഷ്യം, ടു ദ ഗ്ലോറി ഓഫ് ഗോഡ്. രണ്ടാമതെയാണ് പറഞ്ഞത്, ഇറ്റ്സ് എ ലൈഫ് ഓഫ് ഡിഫീറ്റ്. പരാജയത്തിന്റെ ജീവിതം. പൗലോസിന്റെ ജീവിതം മുഴുവൻ നോക്കിയാൽ പരാജയമാണ്.
ജീവിതത്തിന്റെ എല്ലാ വഴികളിലും പരാജയം. സ്വന്തക്കാർ അവനെ ഉപേക്ഷിച്ചു, വീട്ടുകാരവനെ ഉപേക്ഷിച്ചു. ഇനി ഈ പ്രവൃത്തികളുടെ പുസ്തകവും താൻ എഴുതിയ 14 ലേഖനങ്ങളും നമ്മൾ നിറവടിയായി വായിച്ചാൽ ഏതാണ്ട് 93ഓളം സ്നേഹിതന്മാർ പൗലോസിന്റെ 32 വർഷക്കാലത്തെ ജീവിത യാത്രയിൽ പൗലോസിനോടുണ്ടായിരുന്നു. അവരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അത് ചില ശുശ്രൂഷാകാരികളായ സ്ത്രീകൾ, തന്റെ സഹപ്രവർത്തകരായ പ്രവർത്തകന്മാര്, തന്നോട് ജയിൽവാസം അനുഭവിച്ച ആളുകള്, തന്റെ തൂലിക സഹായികളായിരുന്ന ആളുകള്, ജയിലിൽ തനിക്ക് ശുശ്രൂഷ ചെയ്ത ആളുകള്, പരസ്യ പ്രവർത്തനങ്ങളിൽ തന്നെ വളരെ സഹായിച്ച ആളുകൾ, ഇവരെല്ലാം പൗലോസിനോട് ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്കറിയാമോ, തിമോത്തിയോസിന്റെ 2-ാം ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയാണ്, ഇപ്പോൾ ആരും എൻ്റെ കൂടെ ഇല്ല. 93 സ്നേഹിതർ 32 വർഷക്കാലം വിവിധ കാലങ്ങളിലായി ഉണ്ടായിരുന്നവരെല്ലാം തന്നെ കൈവിട്ടു. ആത്യന്തികമായി ലോകത്തിന്റെ ദൃഷ്ടിയിൽ ലോകം പൗലോസിനെ നോക്കിയിട്ട് പറഞ്ഞു, ഇതെന്താണ്? ഒരു പരാജയത്തിന്റെ ജീവിതം. പക്ഷേ പൗലോസ് തന്നിലേക്ക് തന്നെ നോക്കിയിട്ട് ആ പരാജയങ്ങളെയെല്ലാം ദൈവരാജ്യത്തിന് വേണ്ടി താൻ സ്വീകരിച്ച നിലപാടുകളാകിയാൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചേക്കുന്നു. സമ്പൂർണമായി വിജയം വരിച്ച ജീവിതം. ലോകം ദൈവവേദന്റെ ജീവിതത്തെ നോക്കി എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവാണെന്ന് ആപ്തവാക്യം പറയുന്ന ഒരു ദൈവവേദനെ നോക്കിയിട്ട് ലോകം പറയും എങ്ങനെയുള്ള ജീവിതമാണ്? പരാജയത്തിന്റെ ജീവിതമാണ്, കഷ്ടസമ്പൂർണമായ ജീവിതമാണ്. പക്ഷേ തന്നിലേക്ക് തന്നെ ദൈവത്തിന്റെ ദൃഷ്ടി കൊണ്ട് നോക്കിയിട്ട് അതേ ദൈവത്തിന് പറയും, എന്റെ ജീവിതം സമ്പൂർണമായും എന്താണ്? ഒരു വിജയമാണ്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. കൊരിന്ത്യലേഖനത്തിലെ അപ്പോസ്തലൻ പറയുമ്പോൾ ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദം പ്രാപിക്കുന്നവൻ ഒരുവൻ മാത്രമല്ലോ, ആകയാൽ നിങ്ങളും ബിരുദം പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. അപ്പൊ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തില് അത് ഫിലിപ്പിയ ലേഖനം 3 പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ലഭിച്ചു കഴിഞ്ഞോ എന്നോ തേഞ്ഞവനായോ എന്നോ ഞാൻ നിരൂപിക്കുന്നില്ല, പിന്നെ എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ചെയ്യുന്നു, പിന്തുടരുന്നതേ ഉള്ളൂ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളതിനെ മറന്നും മുമ്പിലുള്ളതിനായി ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. അടുത്ത വാക്യം പറയുന്നത്, നമ്മിൽ തികഞ്ഞവർ എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഇങ്ങനെ തന്നെ നിരൂപിച്ചുകൊള്ളുക. അതേ, ഐ ആം പെർഫെക്റ്റ് എന്ന് ചിന്തിക്കുന്ന ആളുകളെല്ലാം എന്ത് ചെയ്യണം? ചിന്തിച്ചോണം, ഓട്ടക്കളത്തിൽ കർത്താവ് നിർത്തിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവാണെന്ന് പറയുന്നത് ദൈവവൈതലിന്റെ ലോക ജീവിതത്തെ ലോകം വീക്ഷിച്ചിട്ട് പറയാണ്, ഇറ്റ്സ് എ ലൈഫ് ഓഫ് സഫറിങ്. 2, ഇറ്റ്സ് എ ലൈഫ് ഓഫ് ഡിഫീറ്റ്. ചില ആളുകൾ മൂക്കത്ത് വെള്ളം വെച്ച് പൗലോസ് പറഞ്ഞു കാണും, പൗലോസെ നിനക്കിതിന്റെ ആവശ്യമുണ്ടോ? നിനക്കിതിന്റെ ആവശ്യമുണ്ടോ? നീ എന്തിനാ ഇങ്ങനെ അലയുന്നത്? നീ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്നാൽ പൗലോസ് പറയുകയാണ്, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ എല്ലാം ചപ്പന്നും ചവറന്നും എണ്ണി ഇപ്പോഴും അങ്ങനെ തന്നെ എന്ത് ചെയ്യുന്നു? ഞാന് എണ്ണുന്നു. അതെല്ലാം കർത്താവും അവിടുത്തെ വിലയേറിയ ക്രൂശ് നിമിത്തമാണെന്നാണ് ദൈവ വചനത്തോട് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി 3-ാമത്തെ ഭാഗത്തേക്ക് വരാം. എനിക്ക് ജീവിക്കുന്ന യേശു ക്രിസ്തു ആണെന്ന് പറയുന്ന ഒരു ദൈവവൈതലിനെ കുറിച്ച് ലോകം പറയുന്ന മൂന്നാമത്തെ വാചകം എന്തറിയാമോ? ഇറ്റ്സ് എ ലൈഫ് ഓഫ് ഫ്രസ്ട്രേഷൻ. മോഹഭംഗത്തിന്റെ അല്ലെങ്കിൽ നിരാശയുടെ ജീവിതം. ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും നിരാശ മനുഷ്യനെ തളം കെട്ടാറുണ്ട്. നിരാശയില്ലാത്ത ഭക്തന്മാർ പോലും ഇല്ല. 4 പേരുടെ പേര് ഞാൻ പറയാം, നിങ്ങൾക്ക് അതിൽ നിന്ന് മെസ്സേജ് പിന്നെ ഭാവിയിൽ ഉണ്ടാക്കാം. 1 ശമൂവേൽ 27:1. ദാവീദ് ഒരിക്കൽ ദൈവഹൃദയപ്രകാരമുള്ള മനുഷ്യനാ ദൈവം നേരിട്ട് അഭിഷേകം ചെയ്ത് ശുശ്രൂഷയ്ക്കാക്കിയ. അവന്റെ പിന്നാലെ നടന്നവനെ ഉപദ്രവിക്കുന്ന ശബലിന് മുമ്പാകെ അവന്റെ പർസ്യൂയില് വളരെ ഭയചകിതനായി ഒരിക്കൽ പറയുക, ഒരു നാളിൽ ഞാൻ ശബലിന്റെ കയ്യാൽ മരിക്കുകയുള്ളൂ നിശ്ചയം. ഡേവിഡ് വാസ് ഫ്രസ്ട്രേറ്റഡ്, നിരാശഭരിതനായി. ഒരു ദിവസം എന്റെ കഥ ആര് കഴിക്കും? ശവല് കഴിക്കും. അങ്ങനെ അല്ല സംഭവിച്ചവൻ. നല്ല വാർദ്ധക്യത്തിൽ കറ്റ കൂമ്പാരമായി അടുക്കി വെക്കുന്ന പോലെ താൻ നിദ്ര പ്രാപിച്ച് പിതാക്കന്മാരോട് ചേർന്നു എന്നാണ് ദിനവൃത്താന്ത പുസ്തകത്തിൽ വായിക്കുന്നത്. അപ്പൊ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അവസാനത്തെ പോയിന്റ് വരെയും കൊണ്ടുവന്ന ശേഷമേ ദൈവം നമ്മെ ഇവിടുന്ന് നീക്കുകയുള്ളൂ. അതിനുമുമ്പേ ചാകാൻ ആഗ്രഹിച്ചാലും ചാകുകയില്ല. അതിനുദാഹരണം, എൻ്റെ അയലോകത്തൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ചാകാൻ ആഗ്രഹിച്ചു. കെട്ടിയാന്ന് ഒരു റെവറേലാണ്. അപ്പൊ റെവറേജാന്ന് കെട്ടഴിഞ്ഞു പോയി താൻ താഴെ വീണു. ആ താഴെ വീണ വീഴ്ചയിൽ കൈകാലുകൾക്ക് അല്പമില്ലാത്ത പരിക്കുണ്ടായി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വീട്ടിൽ കെട്ടിയാന്നു. അപ്പൊ ഭാര്യ എവിടെയോ കിണറ്റിൽ വെള്ളം കുറിക്കുന്നുണ്ടെങ്കിൽ അന്ന് അകത്തൊരു അലച്ച ഓടി ചെന്നു. അവരത് കറിപ്പിച്ചാതി കൊണ്ട് അരിഞ്ഞ് താഴെ ഇട്ടു. അപ്പോഴും ചത്തില്ല. പിന്നെ അദ്ദേഹം 6 വർഷം കൂടെ ജീവിച്ചിരുന്ന 3-ാം പ്രാവശ്യം തൂങ്ങി അപ്പൊ ചത്തു. അപ്പൊ എന്നറിയാമോ, എപ്പോഴാണ് ചാകേണ്ടത് എന്ന് ദൈവം തമ്പുരാൻ തീരുമാനിച്ചിരുന്നു. പക്ഷെ തൂങ്ങിച്ചാകണമോ വേണ്ടോ എന്നുള്ളത് എനിക്കറിയാൻ വയ്യ. ഇങ്ങനെയാണ് സംഭവിച്ചത്. അപ്പൊ ദൈവം അപ്പോയിന്റ് ചെയ്ത സമയത്തിന് മുമ്പ് ചാകാൻ ആഗ്രഹിച്ചാലും എന്ത് ചെയ്യില്ല? ചാകില്ല. അപ്പൊ ദാവീദ് പറഞ്ഞു,
എൻ്റെ ദൈവമേ, ഞാൻ ഇവൻ്റെ കയ്യാൽ തീരുകയെ ഉള്ളൂ. ഫ്രസ്ട്രേറ്റഡ് ലൈഫ്. പക്ഷേ ദൈവത്തിന് ദാവീദിനുള്ള പദ്ധതി അങ്ങനെ ആയിരുന്നില്ല. അടുത്താണ് ധീരനായ കർമ്മേലിൽ ആഹാബിന്റെയും ബാലിന്റെ പ്രവാചകന്മാരുടെയും മുമ്പാകെ ജീവിച്ചിരിക്കുന്ന ദൈവ യഹോവ മാത്രമാണ് തെളിയിച്ച മല്ലനായിരിക്കുന്ന പ്രവാചകൻ, ഒറ്റയാൻ പോരാട്ടം നടത്തിയ പ്രവാചകൻ. ആര്? ഏലിയാവ്. അദ്ദേഹം ഈ ആഹാബിന്റെ ഭാര്യ പറഞ്ഞു, നാളെ സൂര്യൻ അസ്തമിക്കും മുമ്പേ ഏലിയാവിന്റെ പ്രാണനെയും ബാലിന്റെ പ്രവാചകന്മാരിൽ ഒരുത്തുന്ന പ്രാണനെ പോലെ ആക്കട്ടെ. 400 പേരെ ഒന്നിച്ച് കശാപ്പ് ചെയ്ത് ഇവനെ ഞാൻ അടുത്ത ദിവസം സൂര്യൻ അസ്തമിക്കും മുമ്പേ കശാപ്പ് എന്ന് പറഞ്ഞു. ഈ സ്ത്രീ പറഞ്ഞ വാക്കിട്ട് ഭയപ്പെട്ടു. അവൻ 3 ദിവസത്തെ വഴിദൂരം ചെന്ന് ചൂരച്ചയുടെ ചുവട്ടിൽ കിടന്നു. അവിടെ ചെന്ന് പറയാണ്, ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുള്ളൂ. മേഴ്സി കില്ലിങ്ങിന് വേണ്ടിയുള്ള ദേഹർജി. അതായത് എന്നെ ഇപ്പം മതി. പക്ഷേ അവനെക്കുറിച്ചുള്ള ദൈവപദ്ധതി ആയിരുന്നില്ല. അവിടുന്ന് യാത്ര ചെയ്ത് കുറഞ്ഞപക്ഷം 2 ഇസ്രായേൽ രാജകന്മാരെയും ഒരു പ്രവാചകനെയും ഇസ്രായേലിന് വേണ്ടി അഭിഷേകം ചെയ്ത ശേഷം പിന്നെ യോർദാനിൽ നിന്ന് അഗ്നി അശ്വങ്ങളും അഗ്നിരഥങ്ങളുമായി സ്വർഗത്തിലേക്ക് നേരെ പോകുന്ന പദ്ധതിയായിരുന്നു അവനെക്കുറിച്ചുള്ള ദൈവപദ്ധതി. പക്ഷെ അവൻ ഭയപ്പെട്ട് പറഞ്ഞു, ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളു. ഇനി അടുത്ത ആരാ പറയുന്നത്? ഇദ്ദേഹം ഏലിയാവ്, ദാവീദ്, ഏലിയാവ് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്തയാളെ വരുന്നതാണ് പൗലോസാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 7 വാക്യങ്ങൾ വായിച്ചേൽപ്പിക്കാൻ സമയമില്ല. സഹോദരന്മാരെ, ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം എന്ത് എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആശയ്ക്ക് വിരോധമായി ഞങ്ങൾ മരിച്ചു പോകുമോ എന്ന് ഞങ്ങൾ അത്യന്തം ഭയപ്പെടുമാറ് അത് അത്യന്തം ഞങ്ങൾ കഷ്ടപ്പെട്ടു. എന്തായിരുന്നു ആ കഷ്ടത എന്നോട് പറഞ്ഞിട്ടില്ല. അത്രമാത്രം ഞാൻ കഷ്ടപ്പെട്ടു. പക്ഷേ അങ്ങനെ അല്ലായിരുന്നു തന്റെ ദാസനെക്കുള്ള ദൈവത്തിന്റെ ആഗ്രഹം. ദൈവം അവനെ റോമിൽ കൊണ്ടുപോയി അവിടെയും കൈസറെ അരമനയിലുള്ള മഹാരാജാക്കന്മാരോടും ചക്രവർത്തിയോടും അരമനയിലുള്ള ഉദ്യോഗസ്ഥന്മാരോടും വരെ കർത്താവിനെ കുറിച്ച് പറഞ്ഞ ശേഷം മാത്രമേ തന്റെ ജീവനെ അവസാനിപ്പിക്കാൻ ദൈവം ആഗ്രഹിച്ചുള്ളൂ. അപ്പോൾ ദാവീദ് വിലപിച്ചു, ഏലിയാവ് വിലപിച്ചു, പിന്നെ ഇവിടെ പൗലോസ് വിലപിച്ചു. ഇനിയും വേറൊരാളുണ്ട്, പഴയ നിയമത്തിലെ യാക്കൂബ്. അദ്ദേഹം പറയാണ്, ശിമോൻ ഇപ്പോൾ ഇല്ല. യോസേഫ് മരിച്ചുപോയി, ശിമോനും ഇപ്പോഴില്ല. ബെന്യാമീനെയും നിങ്ങൾ കൊണ്ടുപോകും. അങ്ങനെ നിങ്ങൾ എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ആക്കും. ആ മനുഷ്യൻ 137-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇവിടം കൊണ്ട് എൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് പറയും. Even though we have come to the end of the rope, behold, that is not to be construed as the end of our hope. എന്ന് പറഞ്ഞാൽ നാം പിടിച്ചിരിക്കുന്ന കയറിന്റെ അഗ്രഭാഗത്ത് എത്തിയാലും that is not the end of our hope. നമ്മുടെ ആശയുടെ ആഗ്രഹം അതല്ല. ഇതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് നീണ്ടു നിൽക്കുന്ന ഒരു പ്രത്യാശയുണ്ട്. മനസ്സിലായോ? നിരാശ ഏത് മനുഷ്യയും തലക്കെട്ടു. 1982 ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ബാംഗ്ലൂർ സിറ്റിയിലാണ്. അവിടെ വെച്ച് ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ഞാൻ ഫുട്ബോൾ കളിച്ച അന്നാണ്. അതിനുശേഷം ഇന്നുവരെയും ഞാൻ ഫുട്ബോൾ കളിച്ചിട്ടില്ല. എന്നെ ഒരുത്തൻ വിളിച്ചാലും പേടിയാൻ പോവുകയില്ല. ഞങ്ങൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആംഗ്ലോ ഇന്ത്യക്കാരൻ എൻ്റെ സഹപാഠി ഉണ്ടായിരുന്നു. ദേഷ്യം വന്നു ഫുട്ബോൾ കൊണ്ട് ഒരൊറ്റ തൊഴി തന്നു. അത് വന്ന് നേരെ എൻ്റെ ഇടതുവശത്തെ ചെവിയുടെ വന്ന് കൊണ്ടു. എൻ്റെ വലതുവശം മുഴുവൻ അങ്ങ് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലത്തെ ചെവി കേൾക്കാതായി, വലത്തെ കൈ പൊങ്ങുകയില്ല, വലത്തെ കാല് പൊങ്ങുകയില്ല. എന്നെ എടുത്തുകൊണ്ട് നിംഹാൻസിലേക്ക് കൊണ്ടുപോയി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഈ മെഡിക്കൽ സയൻസിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഒരു പറ്റം ഡോക്ടേഴ്സ് ഓടി വന്നു, ടേബിളിനെ കിടത്തി എന്താ സംഭവിച്ച പിള്ളേരെല്ലാം കൂടെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെയാണ്. അവർ കുറേ സാധനങ്ങൾ ചുറ്റുക, മറ്റേ സ്റ്റീൽ ചുറ്റുക, ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ കൊണ്ടുവന്ന് എന്നെ കമഴ്ത്തി കിടത്തിയ ശേഷം അവിടെ ഇവിടെയൊക്കെ ഒരു 3-4 തട്ട് തട്ടി എവരിങ് വാസ് ഓൾ റൈറ്റ് എന്നറിയാവോ. നെർവ് ഡിസ്പ്ലേസ്ഡ് ആയതാണ്. അത് അവർക്കേ അറിയത്തുള്ളൂ, നമുക്ക് അറിയത്തില്ല. അപ്പോൾ അവിടെ ഞങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോൾ അത് ഈ നിമാൻസിൻ്റെ ഹോസ്പിറ്റൽ മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു വലിയ ഭാഗമുണ്ട് അവിടെ, ന്യൂറോയുടെ ഭാഗം കൂടാതെ തന്നെ. ഞങ്ങൾ അവിടെ കയ്യിൽ കുറേ ട്രാക്റ്റ് ഉണ്ടായിരുന്നു വിതരണം ചെയ്യാൻ പറഞ്ഞു. കൂടെ വന്ന പിള്ളേരെല്ലാം കൂടെ ട്രാക്റ്റ് വിതരണം ചെയ്യാനൊരു വാർഡിലോട്ട് കയറി. നല്ല സുന്ദരിയായൊരു പെൺകുട്ടി ഒരു കട്ടയിലിരിക്കുന്നു. അവരുടെ തള്ളയും നല്ല സൗന്ദര്യമുള്ള തള്ളയാണ്. അപ്പോൾ അവർ കണ്ടു, ഞങ്ങൾ ഈ ട്രാക്റ്റ് കൊടുത്തപ്പോൾ തള്ളയൊന്ന് ചിരിച്ച് കാണിച്ചു. അപ്പോൾ ഈ പെൺകുട്ടി എന്നെ നോക്കി നന്നായിട്ടൊന്ന് ചിരിച്ചു. അന്ന് വരെ ഒരൊറ്റ പെമ്പിള്ളാരുടെ മുഖത്ത് നോക്കിയില്ലാത്ത ഞാൻ ഈ ഒരൊറ്റ നോട്ടത്തിലും ചിരിയിലും ആകെപ്പാടെ എൻ്റെ 4448 നാഡീനരമ്പുകളും തളരുകയും ഞാൻ ആകെപ്പാടെ വല്ലാതാകുകയും ചെയ്തു. അറിയോ, ഞാൻ പഠിക്കുന്ന കോളേജിലും പെമ്പിള്ളാരുണ്ട്. പക്ഷേ വീട്ടിൽ തന്നിരിക്കുന്ന സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ പെമ്പിള്ളാരോട് സംസാരിക്കരുത്, ഇന്നൊന്നും പറ്റുകയില്ല, സംസാരം വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പം എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഞാൻ എന്നെ തുറച്ചു നോക്കി. അതെന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് എന്നോട് ചോദ്യം, ആകെപ്പാടെ 20 വയസ്സുള്ള എന്നോട്, കുഡ് യു പ്ലീസ് ലവ് മീ എന്ന്, എന്നെ ഒന്ന് സ്നേഹിക്കാവോ? എനിക്കാകെ അങ്ങ് വല്ലാണ്ടായി. അപ്പം ഈ അതിൻ്റെ അമ്മ ഇപ്പോഴത്തെ ഒന്നും തോന്നരുതേ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ കാലെ ചങ്ങലയിട്ടുണ്ട്, പൊട്ടിയിരിക്കുക. അപ്പം എനിക്ക് മനസ്സിലായി ഇത് സംഗതി വേറെയാണ്. ഇത് സംഗതി വേറെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇതുപോലെ അബദ്ധം എനിക്കുണ്ടായി. ഒരിക്കൽ ഞങ്ങളെ കോളേജിനോട് വന്ന് ഈ ഊളംപാറ ക്യാമ്പ് ചെയ്തു.
ഊളംപാറയുള്ള ലോഡ്ജിലല്ലേ ഞങ്ങൾ ക്യാമ്പ് ചെയ്തു. ഊളംപാറ അന്ന് എനിക്കറിയാൻ വയ്യായിരുന്നു. നേരം വെളുത്ത് രാവിലെ എഴുന്നപ്പോൾ ചില ആളുകൾ എന്നെ നേരെ വന്ന് ചിരിച്ച് കാണിക്കുക, ചില ഘോഷി കാണിക്കുക. എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന എന്നോട് വിജയകുമാർ അദ്ദേഹം പറഞ്ഞു, സാറേ ഇത് നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം ഇവിടെ കുറച്ച് ഇങ്ങനെ മെന്റൽ പേഷ്യൻസിനൊക്കെ അക്കോമഡേറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോഴേ ഞാൻ പറഞ്ഞു എൻ്റെ അകപ്പെട്ട് ഇവിടെയായല്ലോ എന്ന് ഞാൻ ചിന്തിച്ചത്. അപ്പം എന്നോട് തള്ള പറഞ്ഞു, ക്ഷമിക്കണം, അവള് കോഴിക്കോട്ടുകാരായവര് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു പയ്യനുമായിട്ടൊരു സ്നേഹബന്ധത്തിലായി. അവരെ 2 കാസ്റ്റിൽപ്പെട്ട ആളുകളായിരുന്നു. അപ്പൻ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്, വിവാഹം സമ്മതിക്കുകയില്ല. പെൺകുട്ടി നിരാശയിലായി. അത് അവസാനം മാനസിക വിഭ്രാന്തി, അവളെ നിമ്മാൻസ് കൊണ്ട് അഡ്മിറ്റ് ചെയ്യുക എന്ന് കഥ പറഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. നിരാശ ബോധമുള്ളവനും ഇല്ലാത്തവനും ഉണ്ടാകും. ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലുള്ള മനുഷ്യർക്കും ഉണ്ടാകും. ഭക്തന്മാർക്കും ഉണ്ടാകും, അഭക്തന്മാർക്കും ഉണ്ടാകും. പക്ഷേ പൗലോസിനെ നോക്കിയിട്ട് പറഞ്ഞു, എന്തൊരു ലൈഫായത്, ഫ്രസ്ട്രേറ്റഡ് ലൈഫ്. കാര്യം ഒരിക്കൽ റോമിൽ ചെല്ലാൻ തന്നെ ആഗ്രഹിച്ചു, പക്ഷേ സാധിച്ചില്ല. റോമിൽ നിങ്ങളുടെ ഇടയ്ക്ക് വരുവാൻ 3 വട്ടം ഞാൻ പരിശ്രമിച്ചു, എന്നാൽ കർത്താവിനെ തടഞ്ഞു. അവസാനം ഈ ആഗ്രഹം സാധിച്ചു. സ്വതന്ത്രനായിട്ടല്ല, ചങ്ങലകളാൽ ബന്ധിതനായിട്ടാണ് അദ്ദേഹം റോമിലേക്ക് പോയത്. മനുഷ്യദൃഷ്ടിയിൽ ഫ്രസ്ട്രേറ്റഡ് ലൈഫ്, നിരാശജന്യമായ ജീവിതം, ജീവിതത്തിന്റെ പല കാര്യങ്ങളും നേടാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള നേട്ടം. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ 7 വിദ്യാർത്ഥികളെ ഒന്നിച്ചാണ് ബോബ് ജോൺസ് യൂണിവേഴ്സിറ്റിയിലേക്ക് PhDക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അത് എൻ്റെ ന്യൂട്രീഷൻ്റെ പ്രൊഫസറായിരുന്നു ഡോക്ടർ റവറൻഡ് പോൾ ഹെഡ്സൺ ആയിരുന്നു 7 പേരെയും സ്പോൺസർ ചെയ്യുന്നത്. അപ്പം ഞാനൊരു തീവ്രവാദിയായ പിടറുകാരനായിരുന്നു. 6 പേരും അവരെ ഓപ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ വരികയെന്ന് പറഞ്ഞു. അവർ 6 പേരും ഇന്ന് അമേരിക്കയിലുണ്ട്. അപ്പോൾ അതിൽ ഒരുത്തൻ എന്നെ ഇടയ്ക്ക് ഈ മണർകാട് പള്ളിയിൽ നിന്ന് നേർച്ച മുടക്കിയാൽ പാമ്പിനെ അയച്ച് ഓർപ്പിക്കുന്ന പോലെ ഒരു റിമൈൻഡർ തരും. അറിയാവോ? ഇത് 8 നോയമ്പിനും മറ്റും അവിടെ നേർച്ച ചെയ്യുമ്പോൾ നേർച്ച പരാജയപ്പെട്ടാൽ ചേരപ്പാമ്പിനെ അയച്ചെടുത്ത് ചെയ്യും, റിമൈൻഡ് ചെയ്യും. അപ്പം ഞാൻ ഒരിക്കൽ അങ്ങനെ കണ്ടതാ, ഒരു വീട്ടിൽ ക്ലാസ് എടുത്ത് വയ്ക്കുമ്പോൾ ഒരു ചേരയല്ല കൂടിപ്പോയി. അപ്പോൾ തള്ള പറഞ്ഞു കൊടുത്തയച്ചേക്കാമേ പിന്നെ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായില്ല. ഞാൻ പിന്നെ ചോദിച്ചപ്പോൾ എന്നോട് ജോയ് പാമ്പാടി പറഞ്ഞു, ഇടും അത് പറഞ്ഞു തരാം, അവർ യാക്കോബക്കാർ മണ്ണക്കാട് പള്ളിയിലെ വിശ്വാസികളാണ്. ഈ നേർച്ച മുടങ്ങിപ്പോയതുകൊണ്ട് പാമ്പിനെ റിമൈൻഡ് ചെയ്യാൻ ഗീവറീസ് വിട്ടതാണ്, കൊടുത്തയച്ചേക്കാവുന്ന പറഞ്ഞതിൻ്റെ അടുത്ത് വന്നു. അന്നേരം എനിക്ക് ഈ വലിയ ബുദ്ധി ഐക്യമില്ലാത്തതുകൊണ്ട് മനസ്സിലായത്. അപ്പം പറഞ്ഞറിയാമോ, ഈ പിള്ളേരെല്ലാം അവിടെ പോയി, ഞാൻ പോയില്ല. ചില സമയത്ത് എനിക്ക് തോന്നും അവിടെയൊക്കെ ആയിരുന്നെങ്കിൽ എത്രയോ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി. അപ്പം ഇതിനിടയ്ക്ക് ഒരുത്തോണ്ട് പറഞ്ഞു, ഇവിടെ താനന്ന് പരാജയം നന്നായി, ഞാൻ ചെയ്തതിൻ്റെ കാര്യം ഇവിടെ വന്നാൽ പിള്ളേരെ ഒരെണ്ണത്തിനെ പോലും കഷടി കെട്ടുകയല്ല, എല്ലാം അതിനേരി അങ്ങ് പോകുന്നു. അപ്പം ഞാൻ ഓർന്ന് 2 പെൺപിള്ളേരേ ഉള്ളൂ, മാനമ്പരിയാക്കി കെട്ടിച്ചു വിടാനും പറ്റിയല്ലോ, നല്ല കാര്യം. അപ്പം ഇവിടെ താമസിക്കാൻ അതും ദൈവത്തിൻ്റെ ഹിതമുണ്ടായിരുന്നു. ഇറ്റ്സ് എ ലൈഫ് ഓഫ് ഫ്രസ്ട്രേഷൻ. എങ്ങനെയുള്ളതാണ് മനുഷ്യ ജീവിതത്തിൽ? മനുഷ്യദൃഷ്ടിയിൽ ആ ജീവിതം പരാജയബോധമുള്ള ജീവിതമാണെന്ന് ലോകം വിധി എഴുതിയപ്പോൾ പൗലോസ് പറഞ്ഞു, ഞാനൊരിക്കൽ ശൗലായിരുന്നു, തർസോസിലെ ശൗലായിരുന്നു, തലമൂത്ത ന്യായപ്രമാണ പണ്ഡിതനായിരുന്നു, ഗമാലിയേലിന്റെ പാദപീഠത്തിൽ പഠിച്ചവനായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ദിവ്യപ്രകാശം എനിക്ക് കർത്താവ് നൽകി. ആ വലിയ വെളിച്ചത്തിന് മുമ്പാകെ സ്വയപ്രകാശം, ദൈവപ്രകാശം വഴിമാറി ഞാൻ എന്നെ തന്നെ കർത്താവായ യേശു ക്രിസ്തു നഷ്ടപ്പെട്ടവനായി തീർന്നു. ഐ ആം ഫുള്ളി ലോസ്റ്റ് ഇൻ ക്രൈസ്റ്റ്. എൻ്റെ സെൽഫ് കർത്താവിൽ ലോസ്റ്റായി. അതായത് എ ലൈഫ് ഫ്രസ്ട്രേറ്റഡ് ഇൻ ദി ഹ്യൂമൻ സൈറ്റ് ഈസ് എ ലൈഫ് ലോസ്റ്റ് ഇൻ ക്രൈസ്റ്റ് വിച്ച് ഈസ് എ ഗെയിൻ. എന്നറിയാവോ? അതായത് ലോകം നോക്കുമ്പോൾ പരാജയബോധമുള്ള ജീവിതം എന്ന് കാണുന്ന ജീവിതം കർത്താവായ യേശു ക്രിസ്തുവിനായി നഷ്ടപ്പെടുത്തിയ ജീവിതമാണ്. ഇറ്റ്സ് എ ഷിപ്പ്‌റെക്ഡ് ലൈഫ് അഗൈൻസ്റ്റ് ദ റോക്ക് ഓഫ് ഏജസ്. യുഗങ്ങളുടെ പാറയായ യേശു ക്രിസ്തുവിന്മേൽ തട്ടി തകർന്ന ജീവിതമാണ്. അതെന്താണ്? അത് വിജയകരമായ ജീവിതമാണ്. യേശു ക്രിസ്തുവിലാണ് നാം തട്ടി വീഴുന്നതെങ്കിൽ നമ്മുടെ ജീവിത പടക് തകർന്നാലും നമ്മുടെ ആത്മാവ് ദൈവസ്ഥലിൽ സുരക്ഷിതമാണ്. അത് മനസ്സിലാക്കണം. ഇറ്റ്സ് എ ലൈഫ് ലോസ്റ്റ് ഇൻ ക്രൈസ്റ്റ്, ഫുള്ളി ലോസ്റ്റ് ഇൻ ക്രൈസ്റ്റ്. അതാ പൗലോസ് പറഞ്ഞത്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. എൻ്റെ സമയം കഴിഞ്ഞിരിക്കുന്നു, ഞാൻ പറഞ്ഞ പോലെ വാക്ക് പാലിക്കാൻ പോകുന്നു. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് ലാഭമാകുന്നു. എന്താണ് ഈ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ്സ് എ ലൈഫ് ഓഫ് സഫറിങ്, ഇറ്റ്സ് എ ലൈഫ് ഓഫ് ഡിഫീറ്റ്, ഇറ്റ്സ് എ ലൈഫ് ഓഫ് ഫ്രസ്ട്രേഷൻ. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ലൈഫ് ഡെഡിക്കേറ്റഡ് ഓൺ ദി ഓൾട്ടർ ഓഫ് ദ ലവ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ സ്നേഹമാകുന്ന ബലിപീഠത്തിൽ സമർപ്പിച്ച ജീവിതം, അതെന്തല്ല, നഷ്ടമല്ല, പരിശോധനയല്ല, ആത്യന്തികമായ പരാജയമല്ല. ക്രിസ്തുവിൽ സമ്പൂർണ്ണമായി സ്വയം ലയിച്ച് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു എന്ന് പറയുന്ന പൂർണ്ണ സംതൃപ്തിയിൽ പര്യവസാനിക്കുന്ന ജീവിതം. നമ്മുടെ ജീവിതം ക്രിസ്തുവിനായി ജീവിക്കുന്നതാണോ? ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം യേശു ക്രിസ്തുവാണോ? അതോ മറ്റെന്തെങ്കിലുമാണോ? നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ.